ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. ഹിസ്റ്ററിയുടെ നമ്മൾ ചെറിയൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു പോർഷനിലൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു? പബ്ലിക് ഒപ്പീനിയൻ ഡെമോക്രസി. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിലേക്കാണ് ഇന്ന് നിഫി മിസ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഏജൻസീസ് ഏതൊക്കെയാണ്, അത് ഏതൊക്കെ ഏജൻസികൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ആ ഒരു പബ്ലിക് ഒപ്പീനിയൻ. അതേപോലെ തന്നെ ഈ പബ്ലിക് ഒപ്പീനിയനെ ഹിൻഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഹിൻഡറിങ് ദ പബ്ലിക് ഒപ്പീനിയൻ? പബ്ലിക് ഒപ്പീനിയൻ തടയുന്ന അല്ലെ ഹിൻഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഈ രണ്ട് ഒരു സെക്ഷൻസ് ആണ്. ഈ ഒരു സെക്ഷനിൽ ഈ രണ്ടൊരു സബ് ഡിവിഷൻസ് ആണ് നമ്മൾ മിസ്സിന്റെ കൂടെ ഇന്ന് നമുക്ക് പോകാം. ഫസ്റ്റ് ഈസ് ഏജൻസീസ് ദാറ്റ് ഷേപ്പ് ദ പബ്ലിക് ഒപ്പീനിയൻ. ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? നമ്മുടെ ഫാമിലിയിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്. നമുക്ക് ചിലപ്പോൾ സ്മോൾ ഫാമിലി ആയിരിക്കാം, ചിലപ്പോൾ ലാർജ് ഫാമിലി ആയിരിക്കും, അല്ലെ ഗ്രേറ്റ് ഫാമിലി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഒത്തിരി ഫാമിലി മെമ്പേഴ്സ്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണ്? ന്യൂക്ലിയർ ഫാമിലി ആണോ അതോ ലാർജ് ഫാമിലി ആണോ? എങ്ങനെയാ? പേരൻസ്, ഗ്രാൻഡ് പേരൻസ്, അങ്ങനെയൊക്കെയാണ്. മിസ്സിന്റെ വീട്ടിലാണെങ്കിൽ പേരൻസും സിബ്ലിങ്സും മാത്രമേ ഉള്ളൂ, ഗ്രാൻഡ് പേരൻസ് ഒന്നും ഇല്ല. അപ്പം നമ്മുടെ ഫാമിലി എങ്ങനെ നമ്മളുടെ ഒപ്പീനിയൻസിലേക്ക് വരുന്നു, അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന രീതിയിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നമുക്കെല്ലാവരും നമ്മൾ ഓരോ വീട്ടിലും താമസിക്കുമ്പോൾ ഓരോ വീട്ടിലെ രാവിലെ എഴുന്നേൽക്കുന്നു. രാവിലെ എഴുന്നേൽക്കുന്നതിന് തന്നെ നമുക്ക് ഓരോ ശീലങ്ങളുണ്ട്. ചിലർ 8 മണിക്കായിരിക്കും എഴുന്നേൽക്കുന്നത്, ചിലർ ചിലപ്പം 10 മണിക്ക് എഴുന്നേൽക്കുന്ന ശീലമായിരിക്കും. എന്നിരുന്നാലും നമ്മളിപ്പോൾ സ്കൂളിൽ പോകുന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ പൊതുവെ 8 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. ബസ് 9 മണിക്കായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ 8:45 എഴുന്നേൽക്കും. സാറ്റർഡേ സൺഡേ നമ്മൾ ഉറങ്ങും. എന്നാൽ സൺഡേ പള്ളിയിൽ പോകാനുള്ളവരാണെങ്കിൽ പള്ളിയിൽ പോകും, അല്ല എന്തെങ്കിലും വർക്ക്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ട്യൂഷനോ അല്ലെ സ്പോർട്സ് റിലേറ്റഡ് എന്തെങ്കിലും വർക്കിന് പോകുന്നത്. അപ്പൊ അവരുടേതായ ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ട്. അപ്പൊ ഈ ടൈം ഷെഡ്യൂൾ എല്ലാം നമുക്ക് ഇങ്ങനെ തുടങ്ങുന്നത് രാവിലെ എഴുന്നേക്കണം, പല്ല് തേക്കണം എന്നുള്ള ശീലം നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ആണെങ്കിൽ, പേരൻസ് ആണെങ്കിൽ നമ്മുടെ അടുത്ത് പറയും, എന്താ എല്ലാവർക്കും ഉണ്ടോ ഈ പല്ല് തേക്കുന്ന ശീലം? അതോ മടിയായതുകൊണ്ട് പല്ല് തേക്കാതെ കുറച്ച് വിടുന്നതാണ്? എന്നിരുന്നാലും നമുക്ക് ആ ഒരു ശീലങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഈ ശീലങ്ങളൊക്കെ എവിടെ നിന്നാണ് വന്നത്? നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. നമ്മുടെ എല്ലാ ശീലങ്ങളുടെയും ബേസിക് അടിത്തറ കിട്ടുന്നത് എവിടെ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ്. ആ ഫാമിലിയിൽ തന്നെയാണ് നമ്മൾ ഓരോ നമ്മുടെ അഭിപ്രായങ്ങളും നമ്മൾ എക്സ്പ്രസ് ചെയ്യും. ചില നമ്മുടെ സിബ്ലിങ്സിനോട് കേൾക്കും, ചില നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കസിൻസുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളവരുണ്ടാവും. ചിലപ്പോൾ സിബ്ലിങ്സിനെക്കാട്ടിലും നമ്മൾ കൂടുതൽ കസിൻസിനോട്, അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പം ഫാമിലി എന്ന് പറയുന്നത് ഒരു ഫാമിലി ട്രീ എന്ന് നമുക്ക് വേണമെന്ന് വെച്ചാൽ പറയാം. അപ്പൊ ആ ട്രീയിൽ നിന്ന് വരുമ്പോഴും ഓരോ ആളുകളോടും നമ്മൾ എങ്ങനെ സംസാരിക്കും? നമുക്ക് എന്തായാലും കൂട്ടത്തിൽ ചേർത്ത് ചൊറിയുന്നൊരു അമ്മാവനുണ്ടാവും. എന്നിരുന്നാലും നമ്മൾ അമ്മാവനെ കാണുമ്പോൾ അങ്ങോട്ടും സംസാരിക്കും, അമ്മാവൻ ഇങ്ങോട്ടും സംസാരിക്കും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അമ്മാവൻ നമ്മളെ എന്തെങ്കിലും ചൊറിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മിണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ പേരൻസ് ആയിരിക്കും മറുപടി പറയും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ചിലപ്പോൾ സംസാരിച്ചില്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ കാണത്തില്ലേ. ഇപ്പം അച്ഛനാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നു, ചിലപ്പം കുളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അല്ല മുത്തശ്ശിയാണെങ്കിലും, മുത്തശ്ശിയൊക്കെ ഉള്ളവർക്കറിയാം, മുത്തശ്ശിയുള്ളവർക്ക് അവർക്കൊക്കെ ഈ പ്രാർത്ഥിക്കുക, വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്നത് ഒരു അവർക്ക് ചിട്ടയാണ്. അവരെപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളത് കാണാറുണ്ട്. ചിലപ്പോൾ നമ്മൾ അവരുടെ പ്രാർത്ഥനയോടൊപ്പം ഇരിക്കാറുണ്ട്, നാമം ജപിക്കാനും ഒക്കെ ഇരിക്കാറുണ്ട്. വിളക്കിന്റെ മുന്നിൽ നമ്മളിങ്ങനെ ഓ രാമ 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 എന്ന് പറഞ്ഞിരിക്കും. മര്യാദയിലും നമ്മൾ ചിലപ്പോൾ അവർ കൂടിയിരിക്കും. എന്തുകൊണ്ട്? നമ്മൾ ആ ഒരു ഫാമിലിയുടെ സിസ്റ്റത്തിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ അവരോടൊപ്പം ഓരോന്നും ചേർന്ന് നിന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ബിഹേവിയറിലും വ്യത്യാസം വരും. നമ്മളെന്നും ഇതേപോലെ ഗ്രാൻഡ് പേരൻസിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ, നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ കാണുന്നില്ല, അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ നമ്മൾ ഒറ്റയ്ക്ക് വേറെ എവിടെയെങ്കിലും പോയാലും നമ്മൾ അറിയാതെ ഈശ്വര രാമ 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 എന്നുള്ള പറയും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് റിസൈറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ആ ഒരു ഫാമിലിയിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു ഹാബിറ്റ് ആണ്. ഹൗ ഫാമിലി ഇൻഫ്ലുവൻസ്? ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ഫാമിലി ആൻഡ് ട്രഡീഷണൽ ബിലീഫ് and perception of the family influence the opinion formation. എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഫസ്റ്റ് ഈസ് നമ്മുടെ ട്രഡീഷണൽ ബിലീഫ്സ്. എന്താണ്? നമുക്ക് ട്രഡീഷണൽ ആയിട്ട് പല ബിലീഫ്സും ഉണ്ടാവും. ഫാമിലി പരമായും നമുക്ക് ട്രഡീഷണൽ ബിലീഫ്സ് ഉണ്ട്. ദാറ്റ് മേ ബി
റിലീജിയസ് റിലേറ്റഡ് ആവും. മേ ബി ഇറ്റ്സ് റിലേറ്റഡ് ടു ട്രഡീഷണൽ, പാരമ്പര്യമായിട്ട് ഇന്ന ആൾക്ക് ഇന്ന രീതിയിൽ പോകണം, ഇന്ന ഇതേ ആവാവൂ. സപ്പോസ് ചിലപ്പോൾ ഫസ്റ്റ് സൺ ആയിരിക്കും അല്ലെങ്കിൽ ഫസ്റ്റ് ഡോട്ടർ ആയിരിക്കും അവിടെ റെസ്പോൺസിബിലിറ്റീസ് എടുക്കുന്നത്, ഓൾമോസ്റ്റ് ഫാമിലീസ്. എന്നാൽ ചില ഫാമിലീസ് ഒരു സെക്കൻഡ് ഡോട്ടർ അല്ലെങ്കിൽ സൺ ആയിരിക്കും അവിടെ റെസ്പോൺസിബിലിറ്റി എടുക്കണം. അപ്പം ഓൾമോസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സിബ്ലിംഗ് അല്ലെങ്കിൽ ഡോട്ടർ സൺ ആ ഒരു ഇതായിരിക്കും റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ട്രഡീഷണൽ സിസ്റ്റം ഉണ്ട്. അതേപോലെ തന്നെ ട്രഡീഷണൽ സിസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ ആണ് നമുക്കുണ്ടാവും, എല്ലാ മാസവും മുടങ്ങാതെ അമ്പലത്തിൽ പോകുന്ന പോലെ തന്നെ എല്ലാ മാസവും ഫാമിലി ഒരുമിച്ച് കൂടി ഗെറ്റ് ടുഗദർ നടത്തണം എന്നൊരു ശീലമുള്ള, നമ്മുടെ യൂറോപ്യൻ കൾച്ചറൊക്കെ നോക്കുവാണെങ്കിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് പാർട്ടി നടത്തണം എന്നൊരു സിസ്റ്റം. അപ്പം അതേപോലെ നമ്മുടെ ഫാമിലീസ് ഉണ്ട്, ബർത്ത്ഡേ ആകുമ്പോൾ ഒരുമിച്ച് കൂടും. അതൊക്കെ നമ്മുടെ ഒരു എന്താ ഒരു സിസ്റ്റമാണ്. എല്ലാവരും ഓണം വരുമ്പോൾ ഒരുമിച്ച് കൂടുക, സദ്യ കഴിക്കുക, അല്ലെങ്കിൽ ക്രിസ്മസ് വരുമ്പോൾ നമ്മുടെ ആഘോഷങ്ങളിൽ ഒരുമിച്ച് കൂടുക. പലയിടത്തുനിന്ന് വരുന്നവരാവും നമ്മുടെ ഫാമിലീസ്. എല്ലാവരും ഇപ്പം ഒരു ഹൗസിലായിരിക്കണമെന്നില്ല. അപ്പൊ ആ ഒരു ഇതല്ലെങ്കിൽ പോലും ദൂരെ നിന്ന് ആളുകൾ വന്ന് ഒരുമിച്ച് ആ ഒരു ഫെസ്റ്റിവലിനോ അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിലും വന്ന് ഒരുമിച്ച് ജോയിൻ ചെയ്യും. അപ്പൊ അന്നേരവും നമുക്കൊരു ട്രഡീഷൻ ഉണ്ട്, എല്ലാ വർഷവും പൂജ അവധിക്ക് എല്ലാവരും ഉണ്ടാവണം, അല്ലെങ്കിൽ ക്രിസ്മസ് ആകുമ്പോൾ ന്യൂ ഇയർ ആകുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവണം, അല്ലെ എല്ലാവരും വരാൻ ശ്രമിക്കും. അപ്പം അതും നമ്മുടെ ഒരു ട്രഡീഷണൽ സിസ്റ്റമായിട്ട്. പിന്നെ പ്രസംഷൻ, ചില എന്താ നമുക്ക് ആശയങ്ങളും ഒക്കെ ഉണ്ടോ. ഇന്ന കുടുംബത്തിൽ ഞാൻ ആയതുകൊണ്ടാണ് എനിക്ക് ഇന്നൊരു ഭാഗ്യം ഉണ്ടായത്, ലക്കായത് എന്നൊക്കെ നമ്മൾ തന്നെ പറയാറുണ്ട്. കാരണം ഈ കുടുംബത്തിൽ ജനിച്ചുകൊണ്ടാണ് എനിക്ക് ഇത്ര ഒരു പ്രിവിലേജ് കിട്ടിയത്. നമ്മൾ പല ഫിലിം സ്റ്റാർസിന്റെ ഇത് കാണുമ്പോഴും അവർ പറയാറുണ്ട്, ഞാൻ ഇന്ന അച്ഛന്റെ അല്ലെങ്കിൽ ഇന്ന അമ്മയുടെ മകൾ ആ ഒരു മകൻ ആയതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ ഇൻഡസ്ട്രിയിൽ ഒരു പ്രിവിലേജ് കിട്ടുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലാണെങ്കിലും ആ ഒരു പ്രിവിലേജ് എനിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഞാനൊരു ഫിലിം ഫീൽഡിലേക്ക് വന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം വീട്ടിൽ നിന്ന് ഉദ്ധരിക്കാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. കുട്ടിയുടെ സാമൂഹികരണ പ്രക്രിയ ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. കുടുംബങ്ങളുടെ പരമ്പരാഗതമായ വിശ്വാസങ്ങൾ, ധാരണകൾ തുടങ്ങിയവ കുട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കുന്നുണ്ട്. അഭിപ്രായ രൂപീകരണം, പബ്ലിക് ഒപ്പീനിയനിലേക്കാണ് നമ്മൾ വരുന്നത്. ബിക്കോസ് child is a participant or a witness in the discussion held in the family in which politics, beliefs, religion, literature എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? റിലീജിയൻ ഉണ്ട്, ലിറ്ററേച്ചർ ഉണ്ട്, പൊളിറ്റിക്കൽ ഉണ്ട്, പൊളിറ്റിക്സ് വരുന്നുണ്ട്. നമ്മുടെ എല്ലാവരും വീട്ടില് നമുക്കറിയാം വോട്ടിടാൻ. നിങ്ങൾ ഇപ്പം 10ാം ക്ലാസ്സിലാണോ വോട്ടിട്ട പ്രായത്തിലേക്ക് എത്തിയില്ല, എന്നിരുന്നാലും പേരൻസ് ഒക്കെ പറയത്തില്ല നാളെ വോട്ടിടാൻ പോകണം. അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സ്, എൽഡർ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ പറയും നാളെ ഞാൻ വോട്ടിടാൻ പോകണം. അപ്പം നമ്മള് വീട്ടിലൊക്കെ സംസാരിക്കും, ഇന്ന ആള് നമ്മുടെ ഇതാണ്, ഇന്ന ആൾക്ക് വേണ്ടി നമ്മൾ വോട്ട് കൊടുക്കണം. പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ വരുമ്പോൾ എസ്പെഷ്യലി നമ്മൾ പറയാറുണ്ട്, നമുക്ക് നമ്മുടെ അടുത്തുള്ള ഒരു ചേട്ടനായിരിക്കും ആ ഇലക്ഷൻ നിൽക്കുന്നത്, അല്ലെ ചേച്ചിയായിരിക്കും. ആ ഇലക്ഷൻ നിൽക്കുമ്പോ നമ്മുടെ ചേച്ചീനെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വരെ നമ്മളെ പലപ്പോഴും സഹായിച്ച, പല രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത ചേട്ടനോ ചേച്ചിയാണ്, അപ്പൊ ആ സ്ഥാനാർത്ഥിക്ക് നമുക്ക് വോട്ട് കൊടുക്കാം. അപ്പൊ വീട്ടിൽ ചെറിയൊരു ഡിസ്കഷൻ ആവും. അല്ലെങ്കിൽ നമ്മൾ പൊളിറ്റിക്കലി എന്താണ് കറണ്ട് അഫയേഴ്സ് ഒക്കെ നടക്കുമ്പോൾ ഇന്ന പാർട്ടിയിലെ ഇന്ന മിനിസ്റ്റർ ഇന്ന പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി, ഇതൊന്നും ആയില്ലല്ലോ, നമ്മൾ വീട്ടിൽ നോർമലി ഡിസ്കസ് ചെയ്യും. അപ്പൊ അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ നമ്മുടെ ലൈഫിൽ വരുന്നുണ്ട്. സെക്കൻഡ് ഈസ് ബിലീഫ്സ്. നമുക്ക് പല ബിലീഫ്സും ഉണ്ടാവും. രാവിലെ എഴുന്നേൽക്കണം, അല്ലെ എപ്പോഴും നമ്മള് സന്ധ്യക്ക് പ്രാർത്ഥിച്ചിട്ടേ കിടക്കും, ആ ഒരു ബിലീഫ് സിസ്റ്റം. അല്ലെ 9 മണിയാകുമ്പോൾ തീർച്ചയായും ഫുഡ് കഴിക്കണം, അങ്ങനെ ഒരു സിസ്റ്റം. സന്ധ്യ കഴിഞ്ഞിട്ട് കൂടുതൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വയറിന് കേടാവും എന്നൊക്കെ പറയത്തില്ല. ആ ഒരു ബിലീഫ് നമുക്കിടയിൽ ഉണ്ട്, ചില ഫാമിലീസിൽ ഉണ്ട്. ഇന്ന ഫുഡേ കഴിക്കാവൂ ഇത്ര മണി കഴിഞ്ഞാൽ, അങ്ങനെ ബിലീഫുകൾ ഉണ്ട്. നെക്സ്റ്റ് ഈസ് റിലീജിയൻ. റിലീജിയസ് ആയിട്ടുള്ള ഒരു ചിന്താഗതികൾ ആ കുട്ടികൾ ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് ഈസ് ലിറ്ററേച്ചർ. നമ്മുടെ ലിറ്ററേച്ചർ, നമ്മൾ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ഇറങ്ങിയ സിനിമ ഏതാണ്, അതിനെപ്പറ്റി നമ്മൾ ഒപ്പീനിയൻ പറയും. നമ്മൾ സോഷ്യൽ മീഡിയ മാത്രമല്ല, വീട്ടിലും നമ്മൾ സംസാരിക്കാറുണ്ട്. അതേപോലെ എന്തെങ്കിലും ഒരു ബുക്ക് ഇറങ്ങാം, ന്യൂ ബുക്ക് പബ്ലിഷ് ചെയ്യും, നമ്മൾ അതിനെ കുറിച്ചും പറയാറുണ്ട്. എന്ത് വേണമെങ്കിലും ചിലപ്പം ഒരു നമുക്കറിയാം കഥകളിയാണ് അടുത്ത് നടക്കുന്നു, ഇപ്പൊ എന്താ പറയുക പേരൻസ് അതിനെപ്പറ്റി പറയാറുണ്ട്, ഈ കഥകളി കാണാൻ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറില്ല. അപ്പൊ ആ ഒരു ലിറ്ററേച്ചർ റിലേറ്റഡ് സംഭവങ്ങളാണെങ്കിലും, പൊളിറ്റിക്കൽ ആണെങ്കിലും, ബിലീഫ് ആണെങ്കിലും, റിലീജിയസ് ആണെങ്കിലും നമ്മൾ പറയാറുണ്ട്. അപ്പം ആ ഒരു കുട്ടിയെ വളരെയധികം സ്വാധീനിക്കാൻ ഈ ഒരു ചിന്താഗതികൾക്ക് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം നെഗറ്റീവായിട്ടും ഇമ്പാക്റ്റ് ഉണ്ടാവാറുണ്ട്. നെഗറ്റീവ് ഇമ്പാക്റ്റ് ആ കുട്ടിയുടെ ഒരു
ഒരു ലൈഫിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ബിക്കോസ് അതിന് പ്രധാന കാര്യം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒരു കുട്ടിയുടെ ഒരു ചൈൽഡിന്റെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രധാന കാര്യം റൈവലറി ആയിരിക്കും. എന്താണ് റൈവലറി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പൊരിച്ച മീനിന് വേണ്ടിയുള്ള അടി സിബ്ലിങ്സിനിടയിലായിരിക്കും, അല്ല ചോക്ലേറ്റിന് വേണ്ടിയായിരിക്കും, അല്ല എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ച്. ഇന്നലെ കൂടി ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു റൈവലറി നടന്നു കാണും. ചിലപ്പോൾ ഇത്തിരി ഒരു ഹൈ ലെവലിലേക്ക് എത്തുമ്പോൾ വസ്തുപരമായോ അല്ലെ അതിന് തർക്കോ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പേരൻസ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള റൈവലറി ആ കുട്ടിയെ ചെറുപ്പം തൊട്ട് റൈവലറി കണ്ടുവരുന്ന ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും. അതേപോലെ തന്നെയാണ് ഈ പേരൻസ് തമ്മിലുള്ള ഫാമിലി ചിലപ്പോൾ എപ്പോഴും ഒരു ഹാപ്പി ഫാമിലി ലീഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആവത്തില്ല നമുക്ക്. അങ്ങനെ വരുമ്പോൾ ആ കുട്ടിയിൽ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. ഹാപ്പി അല്ലെങ്കിലും ഒരു നെഗറ്റീവ് ആണ് പേരൻസ് തമ്മിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും അവർക്കിടയിലെ ചെറിയ ചെറിയ തർക്കങ്ങളാണെങ്കിൽ പോലും ആ കുട്ടിയെ അത് ചിന്തിപ്പിക്കുകയും ചിലപ്പം ആ ഒരു നെഗറ്റീവിലേക്ക് നടത്താനും ചാൻസ് കൂടുതൽ. അവർ പേരൻസ് ഇടയിലുള്ള റൈവലറി ആണെങ്കിലും സിബ്ലിങ്സിന് ഇടയിലുള്ള ആണെങ്കിലും ആ ഒരു ചൈൽഡിനെ അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഈസ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. എന്താണ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്? സാമ്പത്തികപരമായി എങ്ങനെയായിരിക്കും? ഒരു പോവർട്ടി സിറ്റുവേഷനിലൂടെ നമ്മളൊരു സ്ലം ഏരിയ പോകും. മുംബൈ സ്ലം ഏരിയ ഉണ്ട്, നമുക്ക് കേട്ടിട്ടുണ്ട്. അവിടെ ചെല്ലുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ ആയിരിക്കത്തില്ല അതേ പ്രായമുള്ള നമ്മുടെ കേരളത്തില് ഏതെങ്കിലും ഒരു വില്ലേജിലുള്ള ഒരു കുട്ടിയെ നമ്മൾ എടുക്കുക. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ക്ലാസ്സിൽ തന്നെ എത്രയോ സ്റ്റുഡൻസ് ഉണ്ട്. നമ്മുടെ ക്ലാസ്സിൽ തന്നെ 60 പേരുണ്ട്. 60 പേര് ചിലപ്പം ഫിനാൻഷ്യലി സ്ട്രോങ് ആയിരിക്കത്തില്ല, സ്റ്റേബിൾ ആയിരിക്കണമെന്നില്ല. ചിലർ പൂവറാണ്, മിഡിലാണ്, ചിലപ്പോൾ ഹൈ ആയിരിക്കും. ഏതെന്നായാലും അത് ആ കുട്ടിയെ അഫക്റ്റ് ചെയ്യണം. കാരണം പൂവർ ഡെയിലി ഇൻകം അവർക്ക് കിട്ടുന്നത് ചിലപ്പം ഡെയിലി തന്നെ ആവണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ അപ്പം ആ ഒരു പോവർട്ടി, ഫുഡ് ഇഷ്യൂസ് വരും, അൺഹെൽത്തി ഇഷ്യൂസ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ചൈൽഡിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്കും ഫാമിലി നയിക്കും. എന്നിരുന്നാലും ആ കുട്ടിക്ക് ഒരു ഒപ്പീനിയൻ ഉണ്ടാവും. അപ്പൊ സൊസൈറ്റിയിൽ ആ കുട്ടിക്ക് പറയാൻ പറ്റും, ഇന്നടുത്ത് ഇന്ന രീതിയിൽ ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ട്. അത് വേജിന്റെ രീതിയിലാണെങ്കിലും എന്തിന്റെ രീതിയിലാണെങ്കിലും ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ന്യൂസുകളിൽ കേട്ടിട്ടുള്ള ഫേമസ് ആയിട്ടൊരു സിംഗറും ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. പല ഡിസ്ക്രിമിനേഷനും ആ ഒരു വ്യക്തി ജനിച്ചു വന്ന കാലഘട്ടങ്ങളിൽ കണ്ടു നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു പൂവർ സിറ്റുവേഷനോ അല്ലെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആ കുട്ടിയുടെ ഒരു മൈൻഡിനെ പബ്ലിക് ഒപ്പീനിയനിലേക്കും എങ്ങനെയൊക്കെയാണ് ഇമ്പാക്ട്ഫുൾ ആവുന്നതും നമ്മൾ കണ്ടു. നമ്മളിനി വീട്ടിൽ നിന്ന് 4 വയസ്സായി അല്ലെ 5-ാം വയസ്സിൽ സ്കൂളിലേക്ക് എത്തുന്നു. സ്കൂൾ ദാറ്റ് ഈസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ എത്തുന്നു. അവിടെ എന്തൊക്കെയുണ്ടാവും? നമുക്കൊരു ടീച്ചർ ഉണ്ടാവും, പിന്നെ നമ്മുടെ ക്ലാസ് നിറച്ചും കുട്ടികളുണ്ടാവും. അവരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ട് അവരോടൊക്കെ എന്താണ്, അവരെവിടുന്ന് വരുന്നു, എങ്ങനെയാണ്, നമുക്ക് എല്ലാവരും പിന്നെ പെരുക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് ഗ്യാങ്ങുകൾ നമ്മൾ ഉണ്ടാക്കും. ചിലരിപ്പോ 1-2 പേരുള്ള ഒരു ഗ്യാങ് ആയിരിക്കും, ചിലരപ്പോ 7-8, ചിലരിപ്പോ ഫുൾ ക്ലാസ് മുഴുവനുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അപ്പൊ എന്താണ് അടുത്ത കമ്മ്യൂണിക്കേഷൻ, അത് പബ്ലിക് ഒപ്പീനിയനിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു ഏജൻസിയാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലേ മേജർ റോൾ ഇൻ ഷേപ്പിംഗ് ആൻഡ് ഡെവലപ്പിംഗ് ദ ചൈൽഡ്സ് നോളജ്. എന്താണ് ഫസ്റ്റ് പോയിന്റ്? എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ആ കുട്ടിയുടെ ചൈൽഡിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈസ് നോളജ്. ആൻഡ് സെക്കൻഡ് ഈസ് റൈറ്റ്സ്. അവകാശങ്ങൾ. എന്തൊക്കെ അവകാശങ്ങളുണ്ട് എന്ന് അറിയുന്നു. തേർഡ് ഈസ് ഡ്യൂട്ടീസ് എന്ന് നമുക്ക് കിട്ടാറുണ്ട് ഹോംവർക്കിന്റെ രൂപത്തിൽ, അല്ലേ? ചിലപ്പം അല്ലാതെ നമുക്ക് കിട്ടാറുണ്ട്. നമ്മുടെ ഡ്യൂട്ടിയിൽ പഞ്ചറായിരിക്കണമെന്നില്ല, എന്നിരുന്നാലും സാറേ. ആൻഡ് ഫോർത്ത് ഈസ് സയന്റിഫിക് തിങ്കിങ്. എന്താണ് സയന്റിഫിക് തിങ്കിങ്? സയന്റിഫിക് തിങ്കിങ്. Scientific thinking. And this last is critical thinking and culture. അവകാശങ്ങൾ, കടമകൾ, ശാസ്ത്രീയ ചിന്ത, വിമർശനാത്മകമായ ചിന്ത, സംസ്കാരം തുടങ്ങിയവയെല്ലാം അറിവും നൈപുണ്യവും എല്ലാം കൂടി കുട്ടി ആർജിച്ചെടുക്കുന്ന പ്രധാനമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണ്.
എന്തൊക്കെയാണ് അവകാശങ്ങൾ, നമ്മുടെ റൈറ്റ്സ് എന്താണ്. നമുക്ക് ചിലപ്പോൾ എല്ലാ റൈറ്റ്സും നമുക്ക് അറിയണമെന്നില്ല. നമ്മൾ സ്കൂൾ ലെവലിൽ എത്തുമ്പോഴാണ് നമ്മുടെ റൈറ്റ്സ്, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ആണെങ്കിലും സ്കൂളിൽ ചെല്ലുമ്പോൾ സ്കൂളിൻ്റെതായ ചില റൈറ്റ്സും റൂൾസും ഡ്യൂട്ടീസും കാര്യങ്ങളും ഒക്കെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആ ഒരു സിസ്റ്റം തന്നെ നമ്മൾ പിന്നീട് നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോൾ, അതായത് നമ്മൾ സ്കൂളും ഫാമിലിയും അല്ല, പിന്നീട് കോളേജ് ലെവലിലേക്കും പിന്നീട് നമ്മളൊരു വർക്കിംഗ് പ്രൊഫഷനിലേക്കും എത്തുമ്പോൾ, അപ്പൊ നമ്മുടെ ആ ഒരു ഡ്യൂട്ടി, നമ്മുടെ ആ ഡ്യൂട്ടി ചെയ്യുമ്പോൾ നമുക്കൊരു ഹാബിറ്റ് ഉണ്ടാവും, ഒരു തോട്ട് ഉണ്ടാവും, ഇന്നതാണ് എനിക്ക് എന്ത് തന്നിരിക്കുന്ന ഹോംവർക്ക്, അപ്പൊ ഞാൻ ഇന്നത് ചെയ്യണം, അല്ല നാളെ കൊണ്ട് ചെയ്യണം, അല്ല നോട്ട് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യണം മിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അസൈൻമെന്റ് വെക്കാൻ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ഇത്രയാണെന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് വന്ന അസൈൻമെന്റ് അറിയാലോ. അതെ, ആ അസൈൻമെന്റ് വെക്കേണ്ട ഡേറ്റ് നമ്മള് ഇന്ന് തിങ്കളാഴ്ച വെക്കാൻ പറഞ്ഞാൽ തിങ്കളാഴ്ച നമ്മൾ എത്ര മണിയാകുമ്പോഴാണ് 12 മണിക്ക് 1 മിനിറ്റിന് മുമ്പ് നമ്മൾ വെക്കും. ആ ഒരു രീതിയിൽ അപ്പൊ നമ്മൾ ആ ഒരു ഡ്യൂട്ടിയിലേക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെ ആ ഡ്യൂട്ടിയിലേക്ക് നമ്മൾ ഇൻവോൾവ് ആവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു പബ്ലിക് ഒപ്പീനിയൻ ചിലപ്പോൾ നമ്മൾ മിസ്സിന്റെ അടുത്ത് പറയും, മിസ്സേ ഞങ്ങൾക്ക് ഈ സമയത്ത് അസൈൻമെന്റ് വെക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ഒരാഴ്ചയോടെ നീട്ടി തരാം. അപ്പൊ നമ്മുടെ റൈറ്റ്സ് ആണ്. മിസ് ഇത് ലെങ്തി അസൈൻമെന്റ് ആണ്, എങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച കൂടി നീട്ടി തരും. അപ്പൊ നമുക്ക് അതിൻ്റെ നമ്മുടെ റൈറ്റ്സും ഡ്യൂട്ടീസും നമ്മൾ ഇൻവോൾവ് ആവുന്നുണ്ട്. നമ്മുടെ ഓരോ സബ്ജക്റ്റിനും വ്യത്യാസം വരും തോറും നമ്മുടെ ആ ഒരു ഡ്യൂട്ടീസിലും റൂൾസിലും നമ്മൾ മാറ്റം വരുത്തുന്നുണ്ട്. മറ്റു പിന്നീട് നമുക്കറിയാം, നമ്മൾ ക്ലാസ് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ബങ്കടിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, കലോത്സവത്തിന് ഇപ്പൊ പേര് കൊടുക്കും, അറിയത്തില്ലെങ്കിൽ പോലും പദ്യപാരായണത്തിനോ അല്ലെന്താ ആർട്സ് കോമ്പറ്റീഷനോ ഡ്രോയിങ് കോമ്പറ്റീഷനോ ഒക്കെ നമ്മൾ പോകും. അവിടെ എന്താണ് നമ്മളൊരു അല്ലെങ്കിൽ നമ്മൾ ഓടാൻ പോകും. ഓട്ടക്കാരെയൊക്കെ നമുക്കറിയാം, ഇപ്പൊ ക്ലാസ്സിൽ നിന്ന് ആരും ഓടണ്ട, ഇവിടെ തന്നെ എന്നോളും. അപ്പൊ ഇങ്ങനെ ഈ സ്പോർട്സിലും കലോത്സവത്തിലും ഒക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇങ്ങനെ ചെയ്തു വരുന്ന വഴിയിൽ അങ്ങ് ഓടിക്കരുത്. ചിലപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് നമുക്ക് നന്നായിട്ട് ഓടാനുള്ള കഴിവുണ്ട്, അല്ല നല്ല ഷോർട്ട് പുട്ടിനൊക്കെ നല്ല കഴിവുണ്ടെന്ന് അറിയുന്നു. അപ്പം ആ ഒരു ആക്ടിവിറ്റീസ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയ activities in school such as school parliaments, that means elections, club activities, sports and cultural activities act as a platform in developing democratic and civic sense among the students. How it could be is അങ്ങനെ നമ്മളൊരു സ്പോർട്സ് മേഖലയിലേക്ക് കയറുന്നു വിചാരിച്ചു. നമ്മൾ ഓരോ സ്കൂൾ ലെവലിൽ ഉണ്ട്, പിന്നെ ഡിസ്ട്രിക്ട് ലെവലിൽ കോമ്പറ്റീഷൻ വരുന്നു. അങ്ങനെ ഓരോ കോമ്പറ്റീഷൻ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളൊരു സ്പോർട്സിൽ എല്ലാവരോടും ഇപ്പം പറയുന്നതാണ്, സ്പോർട്സിൽ തീർച്ചയായും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം, നമ്മൾ സ്പോർട്സിൽ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരു ഫെയിലിയർ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ വിൻ ആവണമെന്നില്ല. ഫെയിലിയർ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഫെയിലിയറിനെ അക്സെപ്റ്റ് ചെയ്ത് അടുത്ത കോമ്പറ്റീഷൻ വരുമ്പോഴും നമ്മൾ മുന്നോട്ട് പോകും. അതിൽ നമ്മൾ റെക്ടിഫൈ ചെയ്യാനാണ് ശ്രമിക്കുക. അത് തന്നെ നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് പിന്നീട് നമുക്ക് ആ ഒരു ഫെയിലിയറിനെ അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരാനായിട്ട് ഈ സ്പോർട്സ് മേഖലയിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ കോർപ്പറേഷൻ, ആളുകൾക്കിടയിൽ ഒരു സ്പോർട്സ് സ്പിരിറ്റ്, ഒരു കോമ്പറ്റേറ്റീവ് ഭയങ്കര ഒരു റൈവലറി ടെൻഡൻസി ഉണ്ടാവത്തില്ല. ഒരു സ്പോർട്സ്മാൻഷിപ്പ് ഒരു സ്പിരിറ്റ് ആയിരിക്കണം എല്ലാത്തിലും നമ്മുടെ ടീച്ചേഴ്സും പേരൻസും പറയത്തില്ല. അത് തന്നെ ആ ഒരു സ്പോർട്സിലായാലും കലോത്സവത്തിലായാലും നമ്മൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആളുകൾക്ക് ഇപ്പം മൈമ് മിസ്സൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മൈമിലൊക്കെ ഇൻവോൾവ് ചെയ്തു. അപ്പൊ ഞങ്ങൾ 6-7 പേരൊക്കെ ആയിരുന്നു. അപ്പം ഓരോരുത്തരും ഇങ്ങനെ വരുമ്പോൾ അവർക്ക് ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നു, ഒരുമിച്ച് ഞങ്ങൾക്കിടയിൽ അന്നേരം കുറെ ഞങ്ങളുടേതായ കാര്യങ്ങളൊക്കെ പറയും. പിന്നെ ഞങ്ങൾ മൈമ് പ്രാക്ടീസ് ചെയ്യും, ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് ഇടയ്ക്കൊക്കെ പോകും, മൈമ് പ്രാക്ടീസ്. അപ്പൊ ആ ഒരു 6-7 സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിക്കൊണ്ടിരിക്കുക, കട്ട ഫ്രണ്ട്സ് ആയിക്കൊണ്ടിരിക്കുക. ദാറ്റ് മീൻസ് ഞങ്ങൾക്കിടയിൽ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ്, ഇപ്പം ആ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡിനെക്കാട്ടി കൂടുതൽ വരുന്ന ഒരു കോർഡിനേഷൻ ആണ് ഞങ്ങൾക്കിടയിൽ വരുന്നത്. അപ്പം അത് ഇവിടെ മാത്രമല്ല, പിന്നീട് നമ്മൾ കോളേജ് ലെവലിലേക്ക് എത്തുമ്പോഴും പിന്നീട് ഒരു വർക്ക് സ്പേസിലേക്ക് എത്തുമ്പോഴും അല്ല നമ്മളിനി ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഈ ഒരു കോർഡിനേഷൻ നമുക്ക് കാരണം നമ്മൾ ചെറുപ്പം തൊട്ടേ ഈ കോർഡിനേറ്റീവ് മൈൻഡ് സെറ്റോടെ വരുവാണെങ്കിൽ പിന്നീട് വലുതാവും തോറും നമുക്ക് ഈ മൈൻഡ് സെറ്റ് വിടത്തില്ല. അപ്പൊ നമുക്ക് എന്തുണ്ടാവും, നമുക്ക് ഒപ്പീനിയൻസ് പറയാം. ഒരു കോർഡിനേറ്റീവായിട്ട് തന്നെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ ഗ്രൂപ്പായി തന്നെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു വ്യക്തിയുടെ പബ്ലിക് ഒപ്പീനിയന്റെ പബ്ലിക്കിലേക്ക് എത്തിയില്ലെങ്കിലും ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ആണെന്ന് തന്നെ പറയുന്നത്. നെക്സ്റ്റ് ഒരു ഫാക്ടർ ആണ് പിയർ ഗ്രൂപ്പ്. എന്താണ് പിയർ ഗ്രൂപ്പ്?
അതെ, നമ്മളെല്ലാരും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കൂട്ടെന്ന് പറയാം. നമുക്കിടയിൽ പേരൻസിനെ പറ്റി ചോദിക്കുന്നത് അവരുടെ വർക്ക് സ്പേസിലും കുറെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അവർക്കതായ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. നമുക്കും ഉണ്ട്, നമ്മുടെ സ്കൂൾ ലെവലിലാണെങ്കിലും അല്ലെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലായാലും ഏതൊരു ക്ലാസ്സിൽ നോക്കിയാലും അല്ലെ നമ്മൾ ഒരു റിലീജിയസ് രീതിയിൽ നിൽക്കുവാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും. അല്ലെ നമ്മൾ മൈതാനത്ത് വൈകിട്ട് കളിക്കാൻ പോകുന്നതിലും നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അങ്ങനെ പല വാട്സപ്പ് ഗ്രൂപ്പ്, ദാറ്റ് മീൻസ് പീർ ഗ്രൂപ്പ്, നമ്മുടേതായ ഒരു മൈൻഡ് സെറ്റോ അല്ലെങ്കിൽ ഏജ് ലെവലോ ഉള്ള ആളുകളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പീർ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഷെയർ ഓൾമോസ്റ്റ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ടേംസ് ഓഫ് പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ. എന്തൊക്കെയാണ് അവർ ഏതൊക്കെ രീതിയിലാണ് കോമൺ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്ന് പറയുന്നത്? പേഴ്സണാലിറ്റി, പേഴ്സണാലിറ്റി നമ്മുടെ അതിൽ വൈബ് ഉള്ളവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ എന്ത് പറ്റും? നമ്മുടെ ഒപ്പീനിയൻസ് നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യും. അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ചില ചേഞ്ചസ് ആണ്. ഇപ്പൊ നമ്മൾ സ്പോർട്സ് മേഖലയിൽ നമ്മൾ മൈതാനത്ത് കളിക്കാൻ പോകുന്നവരാണെങ്കിൽ പോലും അവിടെ നമുക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അവരുമായിട്ട് നമ്മൾ സ്പോർട്സ് റിലേറ്റഡ് കാര്യം മാത്രമല്ല പറയുന്നത്, പല കാര്യങ്ങളും പറയും. ഈ സൂര്യന്റെ കീഴിലും എബോ സൂര്യനാണെങ്കിൽ പോലും നമ്മൾ പറയും. അപ്പം അങ്ങനെ പറയുമ്പോൾ ചിലപ്പം നമുക്ക് ഇതിനെപ്പറ്റി നമ്മളിപ്പം എനിക്കിപ്പം എല്ലാവരും എന്നോട് ഇപ്പം ഗാലക്സിയെ പറ്റി ചോദിക്കുവാണെങ്കിൽ അപ്പൊ ഞാൻ പറയും എനിക്ക് ഗാലക്സിയെ പറ്റി ഒന്നും അറിഞ്ഞൂടെ. ഇപ്പൊ എന്നാ ഞാൻ മൈതാനത്ത് കളിക്കാൻ പോകുന്ന എൻ്റെ ഒരു കൂട്ടുകാരനാണ് ഈ ഗാലക്സി റിലേറ്റഡ് നന്നായിട്ട് അറിയാം. അപ്പൊ അവൻ എന്ത് പറയും? അവൻ ഇങ്ങനെ ഗാലക്സിയെ പറ്റി ഓരോ കാര്യങ്ങളും പറയും. ഇന്ന് ഓറിയോൺ വരും, ഹൺഡ്രഡ് വരും, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആ ഗാലക്സി റിലേറ്റഡ് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എനിക്ക് പിന്നീട് വേറൊരു പ്ലാറ്റ്ഫോം വരുമ്പോൾ എനിക്കിത് എൻ്റെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാം, എനിക്ക് പറയാൻ സാധിക്കും. അപ്പം എനിക്കും ആ ഒരു ആശയങ്ങൾ വരുന്നു, എനിക്കും അതേ ആറ്റിറ്റ്യൂഡ് വരുന്നു. ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. ആറ്റിറ്റ്യൂഡും ബിഹേവിയറും പറയുമ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനൊരു ശത്രു ഉണ്ടെന്ന് വിചാരിച്ചു, ചേരത്തില്ല, അവർ അമ്മി ഒട്ടും ചേരത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളും ഇഷ്ടപ്പെടുത്തില്ല ആ വ്യക്തി. നമുക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പക്ഷെ ബെസ്റ്റ് ഫ്രണ്ടിന് കാരണമുണ്ട്. ചിലപ്പം ആ വ്യക്തി അടുത്ത ആ ഒരു സെക്കൻഡ് പേഴ്സണായിട്ട് അടി ഉണ്ടാവാൻ കാര്യം. പക്ഷെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളും കൂട്ടുകൊടുത്തില്ല. അതല്ലേ, അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ഫ്രണ്ടിന് ഇഷ്ടമല്ലേ? അല്ല, എനിക്കും ഇഷ്ടമല്ല. ഇപ്പൊ നമ്മള് ചായ കുടിക്കാൻ പോകുന്നു, ചായ കുടിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മുടെ കൂട്ടുകാരൻ പറയും, എടാ വാടാ നമുക്കൊരു ചായ കുടിക്കാം, അല്ല സിപ്പപ്പ് വാങ്ങി കഴിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരിയല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ? അവിടെയാണ് നമ്മുടെ ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാവുന്നത്. അതാണ് പറഞ്ഞത്, ഒരു വ്യക്തിയുടെ പീർ ഗ്രൂപ്പിന് വ്യക്തിത്വം, മനോഭാവം, പെരുമാറ്റം തുടങ്ങിയവയെ സമപ്രായ സംഘങ്ങളിലെ അംഗങ്ങൾ ഏതാണ്ട് പൊതു സ്വഭാവം പുലർത്തുന്നു, അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. Peer group members can influence each other on the policies of the government, various social issues and political parties. എന്ത് രീതിയിൽ വേണമെങ്കിലും ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരനാണെങ്കിൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് നല്ലൊരു കോളേജ് ലെവലിൽ എത്തുമ്പോൾ ചിലപ്പം നമുക്ക് വലിയ രാഷ്ട്രീയപരമായ ചിന്താഗതികൾ ഇല്ലെങ്കിൽ പോലും നമ്മുടെ കൂട്ടുകാരന് അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് രാഷ്ട്രീയപരമായ ഒരു താല്പര്യം അല്ലെ ഒരു നല്ലൊരു തോട്ട് പ്രോസസ് ഉള്ള ആളായിരിക്കും. നമ്മളപ്പം അവരിങ്ങനെ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ കാരൽ മാർക്സിനെ പറ്റി ആയാലും ഏതൊരു തത്വം പറഞ്ഞാലും നമ്മളത് ചിലപ്പോൾ കേട്ടോണ്ടിരിക്കും. കാരണം ആ ആള് കൂടുതൽ വായിച്ചിട്ടുണ്ട്. അപ്പം നമ്മളത് കേൾക്കാനായിട്ട് കൂടുതൽ നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്യും. ബിക്കോസ് ദാറ്റ് പേഴ്സൺ ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഓർ മൈ ബെസ്റ്റ് പേഴ്സൺ എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും ആ വ്യക്തിയുടെ ബിഹേവിയറും പേഴ്സണാലിറ്റിയും ആറ്റിറ്റ്യൂഡും ഒക്കെ മനസ്സിലാക്കും. അപ്പം നമുക്ക് ഏകദേശം പീർ ഗ്രൂപ്പിന് കോമൺ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് മാറും. പീർ ഗ്രൂപ്പ് പറയുന്ന പോലെ നെഗറ്റീവ് രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യാം. നമ്മുടെ ഒപ്പീനിയനെ മോശമായി നമുക്ക് ഒപ്പീനിയനിലേക്ക് വരാൻ ചാൻസസ് ഉണ്ട്. നമ്മൾ കണ്ടത് മറ്റേ വാഴ സിനിമയ്ക്കകത്ത് തന്റെ കൂട്ടുകാരൻ മരിക്കാൻ പോയത് എന്താണ് ഫ്രണ്ട്സ് പറഞ്ഞത്? നീ ചത്ത ആർക്കാ? നിന്റെ വീട്ടുകാർക്ക് നഷ്ടം, നിന്റെ കുടുംബക്കാർക്ക് നഷ്ടം. 2 ദിവസം കഴിയുമ്പോ അവരും മറക്കും നിന്നെ പറ്റി, ആരും നിന്നെ ഓർക്കത്തില്ലെന്നാ പറയുന്നത്. ഫ്രണ്ട്സ് എങ്ങനെയാണ് പറഞ്ഞത്? അവള് മരിക്കില്ലേ കൂട്ടുകാരെ എന്നല്ല പറഞ്ഞ, പകരം അവരെന്താ ആ ഒരു റിയാലിറ്റിയാണ് പറഞ്ഞത്. മരിച്ചു 4 ദിവസം കഴിയുമ്പോ എല്ലാരും നിന്നെ മറക്കും, ഞങ്ങളും മറക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ഒരു ഫ്രണ്ട്സിന്റെ ഇൻഫ്ലുവൻസ്, പീർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് ആ വാഴ മൂവിൽ നമുക്ക് കാണാൻ സാധിക്കും.
നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട, നമുക്ക് എല്ലാവരും നമ്മുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ വരികയാണ്. മീഡിയ. മീഡിയ ഫസ്റ്റ് ഇതാണ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് നമ്മുടെ വീടുകളിലൊക്കെ പത്രം, ഇപ്പൊ എല്ലാവരും വീട്ടിൽ പത്രം വരുത്താറുണ്ടോ? പത്രം വരുത്തും. കഴിവതും എല്ലാവരും പത്രം വരുത്താൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ മലയാളമായിരിക്കും, ചിലരുടെ വീട്ടിലൊക്കെ ഇംഗ്ലീഷ് ആയിരിക്കും. പല ഗവൺമെന്റ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ കൂടുതലും ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ ഓൺലൈനായിട്ട് വായിക്കുന്നവരായിരിക്കും. എന്നിരുന്നാലും പണ്ട് നമ്മുടെയൊക്കെ പേരൻസിന്റെ കാലഘട്ടത്തിലൊക്കെ ന്യൂസ് പേപ്പർ ഒരു മസ്റ്റ് ആയിരുന്നു. രാവിലെ വേണം, അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പേരൻസിന്റെ പണ്ട് കാലത്ത്, ഇപ്പൊ പേരൻസിന് അങ്ങനൊന്നുമില്ല. കൂടുതലും അവർക്കും ഒരു മൊബൈൽ ഫോൺ കൂടുതലാണ്, സ്മാർട്ട് ഫോണാണ് ഒത്തിരി എന്താ കംഫർട്ട് എന്ന് പറയും. അപ്പൊ എന്താ നേരത്തെ ഒരു ന്യൂസ് പേപ്പർ എങ്ങനെയാണ് പബ്ലിക് ഒപ്പീനിയൻ അന്നത്തെ കാലത്ത് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നത്? നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. ഇപ്പോഴാണെങ്കിലും നമുക്ക് ന്യൂസ് പേപ്പറിൽ കാണുന്ന ഒരു ഇതാണ്, ഈ ചില ന്യൂസ് പേപ്പറിലൊക്കെ കുഞ്ചുകുറുപ്പ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഫസ്റ്റ് പേജില് ഒരു കോർണറിലായിട്ട് കുഞ്ചുകുറുപ്പ് എന്ന് പറയും. അതേപോലെ തന്നെ പബ്ലിക് ഒപ്പീനിയൻ പറയുന്ന പ്രധാന ഒരു ഫാക്ടറാണ്. എസ്പെഷ്യലി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ മലയാളത്തിലും ഉണ്ടാവും എഡിറ്റോറിയൽ പേജ് എന്ന് പറയും. ഈ എഡിറ്റോറിയൽ പേജ് പറയുന്നത് എഡിറ്ററുടെ മാത്രം ആശയങ്ങൾ മാത്രമല്ല, ആളുകള് ലെറ്റേഴ്സ് വഴിയൊക്കെ പറയുന്ന, പണ്ട് കാലത്ത് ലെറ്റേഴ്സ് വഴിയാണ്, ഇപ്പൊ ഇമെയിലും കാര്യങ്ങളൊക്കെ വന്നു. ലെറ്റേഴ്സ് വഴി ആളുകളുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. നമ്മൾ എന്നും എഡിറ്റോറിയൽ പേജ് കാണാറുണ്ട്. ഒരു എഡിറ്റോറിയൽ പേജിന്റെ ഒരു ഫുൾ നോക്കുമ്പോൾ അറിയാം, ഒരു കോർണറിൽ എഡിറ്ററിന്റെ ആശയങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സെന്ററിൽ വരുമ്പോൾ പലരും അവരുടെ റിസർച്ച് കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ ഇഷ്യൂസിനെ പറ്റി എങ്ങനെയാണെന്ന് പല ഫേമസ് പേഴ്സണാലിറ്റീസ്, നോട്ട് ഫേമസ്, എക്സ്ട്രീം ഫേമസ് അല്ല, കോളേജ് ലെവലുള്ള അധ്യാപകരാണെങ്കിലും പല റിസർച്ചുകൾ നടത്തിയിട്ടുള്ളവർ, പി എച്ച് ഡി ഉള്ളവരൊക്കെയാണെങ്കിലും പല വിഷയങ്ങളെ പറ്റി അവരുടെ ഒപ്പീനിയൻസ് പറയാറുണ്ട്. അതേപോലെ തന്നെ ആ പേജിന്റെ ഒരു എസ്പെഷ്യലി ഹിന്ദുസ് ആൻഡ് ഇന്ത്യൻ എക്സ്പ്രസ്, ആ ഒരു പേജിന്റെ ഒരു ലാസ്റ്റ് ഇതിന്റെ ഒരു ലെഫ്റ്റ് സൈഡിലാണ് എഡിറ്റേഴ്സിനുള്ള ആശയങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കാണിക്കാം. ക്ലിയർ ആയിട്ട് കാണിക്കാം എങ്ങനെയാണ് എഡിറ്റോറിയൽ പേജിന്റെ ഒരു വരുന്നത്. ഇങ്ങനെ ഒരു പേപ്പർ വരുവാണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ എഡിറ്ററിന്റെ ആശയങ്ങൾ പറയുന്നു. സെന്ററിലായിരിക്കും എന്തെങ്കിലും ഇഷ്യൂ റിലേറ്റഡ് പറയുന്നത്. ലാസ്റ്റ് കോർണറിൽ പേഴ്സൺസ്, ഇൻഡിവിജ്വൽസ്, വായനക്കാർ അവരുടേതായ ലെറ്റേഴ്സും കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്. അതും ഇവിടെ അച്ചടിച്ച് വരും. അപ്പൊ ആ ഒരു പേജ് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് പല ഗവൺമെന്റ് എക്സാമുകളിലും എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എഡിറ്റോറിയൽ പേജ് വായിക്കണം. ബിക്കോസ് അതിലൂടെയാണ് പബ്ലിക് ഒരു ഒപ്പീനിയൻ, ഫ്യൂച്ചറായി വരുന്ന ഓഫീസേഴ്സിനും പോലും ഒരു പ്യൂർലി ഒരു കറന്റ് ഇഷ്യൂ മനസ്സിലാക്കി ട്രൂലി സയന്റിഫിക് ആൻഡ് ക്രിട്ടിക്കൽ ആൻഡ് റാഷണൽ വേയിൽ ഒപ്പീനിയൻ പറയാനായിട്ട് ഈ എഡിറ്റോറിയൽ പേജസ് സഹായിക്കും. കാരണം ഒരു എഡിറ്റോറിയൽ രീതി പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ഡെഫിനിഷൻ രീതിയിലോ ഒന്നുമല്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കാണുന്ന ഒന്നുമല്ല. ആളുകൾ ഒപ്പീനിയൻ ക്രിട്ടിക്കലി ആൻഡ് സയന്റിഫിക്കലി പറയുകയാണ്, പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വായിക്കുന്ന ഒരു വായനക്കാർക്കും അതിലൊരു ക്രിട്ടിക്കൽ ആൻഡ് ഒരു സയന്റിഫിക് ആൻഡ് റാഷണൽ തോട്ട്സ് ഉണ്ടായാൽ അത് പിന്നീട് ഒപ്പീനിയൻസ് ആയിട്ട് മാറാനായിട്ട് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഒരിതാണ് ഹൗ വി ക്യാൻ സീ ദാറ്റ് ഹൗ newspapers are able to strengthen the democratic process by bringing current issues to the people and at the same time bring the opinion of the people to the government. ഗവൺമെന്റിലേക്ക് കറന്റ് ഇഷ്യൂസ് എക്സ്പ്രസ് ചെയ്യുന്ന വഴി, അവരുടെ ഒപ്പീനിയൻസ് പറയുന്ന വഴി ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന് സ്ട്രെങ്ത് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന്റെ സ്ട്രെങ്ത് തന്നെയാണ് ഇൻക്രീസ് ചെയ്യുന്നതെന്നാണ് നമുക്ക് കണ്ടെത്താൻ കഴിയും. നെക്സ്റ്റ് ഈസ് റേഡിയോ ആൻഡ് ടെലിവിഷൻ. നമ്മൾ പണ്ട് മുതൽ നമുക്കറിയാം 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പോലും റേഡിയോയിൽ കൂടിയാണ് അന്ന് ആളുകൾ പറഞ്ഞത്. ഇന്നും നമുക്ക് റേഡിയോയില് പല ഗാനങ്ങൾ കേൾക്കാൻ വേണ്ടി എന്റെയൊക്കെ ചെറുപ്പത്തിലും കുറേ തവണ വിളിക്കും. പൂന്തേനരുവി എന്നൊക്കെയായിരുന്നു പ്രോഗ്രാംസിന്റെ പേര്. അപ്പൊ ഇങ്ങനെ കുറെ പ്രാവശ്യം വിളിച്ചാൽ ചിലപ്പോൾ നമുക്ക് കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. ഈ സോങ് ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ഒരു ടാസ്ക് തന്നെയായിരുന്നു. ഇന്നിപ്പോ യൂട്യൂബ് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് എപ്പോ വേണമെങ്കിലും നമുക്ക് കേൾക്കാം. അന്ന് പക്ഷെ ഒന്നും പറ്റത്തില്ല. പൂന്തേനരുവി, മധുരഗാനം.com ഇങ്ങനെയുള്ള കുറെ മധുരഗാനം.com നമ്മൾ മെയിൽ അയക്കാം. മെയിൽ അയച്ച് നമ്മുടെ പാട്ടുകൾ പറയാം. അതേപോലെ തന്നെ നമ്മുടെ അഭിപ്രായങ്ങളും നമുക്ക് റേഡിയോയിൽ എങ്ങനെയൊക്കെ പ്രോഗ്രാംസിൽ ചേഞ്ചസ് വരുത്താം എന്നൊക്കെ ഉണ്ടായിരുന്നു.
ടെലിവിഷനിൽ നമുക്ക് ഏറ്റവും നല്ല ടെലിവിഷൻ അന്ന് ദൂരദർശനായിരുന്നു പണ്ട് കാലത്ത്. ന്യൂസ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റിംഗ് ചിത്രഗീതം ഉണ്ടായിരുന്നു. എല്ലാവരും ചിത്രഗീതം ഒരു കാലഘട്ടങ്ങളിൽ എല്ലാവരും അതിനുവേണ്ടി വലിയ ശ്വാസം കാത്തിരിക്കുന്ന ഒരു ഇതായിരുന്നു ചിത്രഗീതം. നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനും നമ്മൾ ലെറ്റർ എഴുതാം. 2003 ഈ ഒരു ടെലിവിഷൻ പ്രോഗ്രാം ഇതിലൂടെ അഡ്വാൻസ്ഡ് ആയപ്പോൾ ദൂരദർശനില് നമ്മുടെ എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും സുതാര്യ കേരളം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. അത് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2003. എന്നാണ് 2003 ആ ഒരു പ്രോഗ്രാം ടെലിവിഷനിൽ കൊണ്ടുവന്നത് ആളുകൾ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിന്, മിനിസ്റ്റർ തന്നെ ആയിരിക്കും ഉള്ളത്, മിനിസ്റ്ററിനോട് ഡയറക്റ്റ് ആയിട്ട് ലെറ്റേഴ്സ് വഴിയോ അല്ലെങ്കിൽ കോളിംഗ് വഴിയോ വിളിച്ച് അവരുടെ ഇഷ്യൂസ് പറയുകയാണ്. അവരുടെ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് സുതാര്യ കേരളം എന്നൊരു പ്രോഗ്രാം ഉണ്ട്. നമ്മൾ അതേപോലെ തന്നെ കണ്ടിട്ടുള്ളത് കിസാൻ കൃഷി ദീപം എന്ന്. അത് കർഷകരുടെ ഒരു എങ്ങനെയാണ് അവരുടെ ഒരു സിസ്റ്റം നടക്കുന്നത്, അവർക്ക് എങ്ങനെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത്, അല്ലെ അവരെങ്ങനെയാണ് അവരുടെ ലൈഫ് പാറ്റേൺ എന്നറിയാൻ വേണ്ടിയായിരുന്നു ഈ കൃഷിദീപമൊക്കെ. ഒക്കെ ഒരു ഫേമസ് പ്രോഗ്രാംസ് ആണ് അന്ന് മുതൽ. ഇന്നും എല്ലാവരും കാണുന്ന ഇതാണ്. എന്നിരുന്നാൽ കുറെ യൂട്യൂബിലൂടെ നമ്മൾ ഒരു കൃഷിദീപങ്ങൾ കാണാറുണ്ട്. അതായത് സുതാര്യ കേരളം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇപ്പം ഇല്ല. അതിപ്പം നമ്മൾ പിന്നീട് അത് കാലഘട്ടങ്ങളിൽ അത് നിർത്തിയുണ്ട്. ഈ ഒരു പ്രോഗ്രാംസിലൂടെ ടെലിവിഷനിലൂടെ ആളുകൾ അവരുടെ പബ്ലിക് ഒപ്പീനിയൻ കറന്റ് ഇഷ്യൂ എങ്ങനെയാണ് എന്ന് ഗവൺമെന്റിനോടോ അല്ലെ ആ ഒരു മാധ്യമങ്ങൾ, അതായത് ആർക്കാണോ പറയാൻ സാധിക്കുന്നത് അവരോട് നമ്മൾ പറഞ്ഞ് നമ്മുടെ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്തിരുന്നു. And lastly we are going to see that as our favorite system, social media. Social media എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. Social media literacy is the ability to access, analyze, evaluate, create new messages and communicate the messages received through various forms of media. എന്താണ് മീഡിയ ലിറ്ററസി? നമ്മൾ ഡിജിറ്റൽ ലിറ്ററസി ഇട്ടിട്ടുണ്ട്, അതിലേക്ക് മിസ് വരാം. അപ്പൊ നമുക്ക് മീഡിയ ലിറ്ററസി എന്താണെന്ന് നോക്കാം. മീഡിയ ലിറ്ററസി എന്ന് പറയുന്നത് ഇറ്റ്സ് എബിലിറ്റി ടു ആക്സസ്, അനലൈസ്, നമുക്ക് ആക്സസ് ചെയ്യാനും അതിനെ വിശകലനം ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ പുതിയ പുതിയ മെസ്സേജസ് ക്രിയേറ്റ് ചെയ്യാനും അതുവഴി നമുക്ക് മെസ്സേജ് അയച്ച് നമ്മുടെ ആശയങ്ങളെ പല മീഡിയത്തിലൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആ ഒരു എബിലിറ്റിയാണ് മീഡിയ ലിറ്ററസി എന്ന് പറയുന്നത്. Content creation and where it shapes our perceptions and how we critically interpret news and messages are all included in this. നമുക്കറിയാം, നമ്മൾ പല കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും കാണാറുണ്ട്. ചിലപ്പോൾ സ്പോർട്സ് റിലേറ്റഡ് ആയിരിക്കും കാണുന്നത്, അല്ലെ എന്തെങ്കിലും വ്ലോഗിൽ തന്നെ ട്രാവലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ബ്യൂട്ടി ആയിരിക്കും, അല്ലെങ്കിൽ ഡെയിലി ഇഷ്യൂസിനൊക്കെ പറയുന്നത്, അത് നമ്മൾ മൂവി റിവ്യൂസ് ഒക്കെ കേൾക്കാറുണ്ട്. അതാണ് ആ ഒരു കണ്ടന്റ് ക്രിയേഷൻ. നമ്മൾ എന്താണോ കാണുന്നത് അത് നമ്മുടെ തോട്ടിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് തോട്ടും നമ്മുടെ പിന്നീട് വരുന്ന നമ്മുടെ ഒപ്പീനിയനും മാറുന്നു. ഞാൻ സ്ഥിരമായി ഇപ്പം ഒരു മ്യൂസിക് മാത്രം കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. മ്യൂസിക്കിനെ പറ്റി എനിക്ക് നോളജ് ഉണ്ടാവും. മേ ബി ഞാൻ ചിലപ്പോൾ അതൊരു കണ്ടന്റ് ആക്കി മാറ്റി ഞാൻ പുതിയ മ്യൂസിക്കിന്റെ പല ആശയങ്ങൾ പറയുന്ന ചാനലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു എന്റെ കണ്ടന്റ് ക്രിയേഷൻ എന്റെ ഒപ്പീനിയനായിട്ട് മാറ്റം വരും. ഞാൻ പാട്ടിനെ പറ്റി കേൾക്കുമ്പോൾ പാട്ടിനെ പറ്റി നാളെ ഒരു ഇഷ്യൂ വന്നെങ്കിൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എന്നാൽ ചിലപ്പോൾ എന്നോട് വേറെ എന്തെങ്കിലും സയൻസ് റിലേറ്റഡ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എനിക്ക് അതിനെപ്പറ്റി ഞാൻ എന്റെ ആ ഒരു കണ്ടന്റ് ഞാൻ കാണാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റത്തില്ല. നമ്മുടെ കണ്ടന്റ് ആണ് നമ്മൾ എങ്ങനെ ഒപ്പീനിയനിലേക്ക് ആവണം എന്ന് ലീഡ് ചെയ്യാൻ, ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഈ മീഡിയയ്ക്ക് കഴിയും. ഇനി നമ്മൾ വലിയൊരു ഇതിലേക്ക് പോവാണ്, ഡിജിറ്റൽ ലിറ്ററസി. നമ്മുടെ കേരളം ഈ ഇടയ്ക്ക് എന്താണ് ഡിജിറ്റൽ ലിറ്ററസി 100% എത്തി, റീച്ച് ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടു. അപ്പൊ എന്താണ് ഈ ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത്? It is the ability to find information from the digital world and evaluate them efficiently using digital equipment and technology. എന്താണ് നമുക്ക് നമ്മുടെ പേരൻസ് ആണെങ്കിലും ഗ്രാൻഡ് പേരൻസ് ആണെങ്കിലും ഇപ്പം കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാവരും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. അവർക്ക് ആ ഒരു
ലിറ്ററസി 100% നമ്മൾ എത്തി എന്ന് പറയുമ്പോൾ അവരെന്നും യൂസ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ കുറച്ച് യൂസ് ചെയ്യും, ചിലപ്പം അവരൊരു ഡെയിലി എന്താ ഗവൺമെന്റ് എത്രമാത്രം ബാങ്കിങ് സിസ്റ്റം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയായിരിക്കും, പെൻഷൻ വരുന്നുണ്ടോ ഇതിനെയൊക്കെ, അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ വേണ്ടിയായിരിക്കും. പണ്ടത്തെ പാട്ടുകളൊക്കെ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്, അത് ഇത്തിരി കൂടി ഈസിലി അവൈലബിൾ ആക്കാൻ വേണ്ടിയായിരിക്കും. ഈ കേരളം ഈ ഒരു ഡിജിറ്റൽ ലിറ്ററസി 100%ലേക്ക് എത്തിയ ഒരു ഫീച്ചറാണ് ഡിജി കേരളം. ഡിജി കേരളം എന്നൊരു ഇനിഷ്യേറ്റീവ് വഴിയാണ്. അപ്പൊ എന്താണ് ലിറ്ററസി എന്ന് പറയുന്നത്? ഇൻഫർമേഷൻ, നമുക്ക് ഡിജിറ്റൽ വേൾഡ് വഴി ഇൻഫർമേഷൻസ് എടുക്കാനും അത് ഇവാലുവേറ്റ് ചെയ്യാനും നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിജിറ്റൽ ലിറ്ററസി ഉള്ളവരാണെന്ന് പറയും. നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ഇല്ലാത്ത പല സ്കീംസും ഉണ്ട്. This include in the digital literacy include basic computer knowledge, effective use of internet, navigation of digital platform, critical evaluation of online content, cyber awareness. എന്തൊക്കെയാണ്? It include basic ആയിട്ട് കമ്പ്യൂട്ടർ നോളജ്. അതായത് കമ്പ്യൂട്ടർ ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഇതിന് ഇത്ര ഓഫീസേഴ്സ് ഉണ്ട്, ഇത്ര മൈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഫയൽ സേവ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ ബേസിക് കാര്യങ്ങൾ കമ്പ്യൂട്ടറിനെ പറ്റി. നെക്സ്റ്റ് ഈസ് ഇഫക്റ്റീവ് യൂസ് ഓഫ് ഇന്റർനെറ്റ്. നമ്മൾ ക്രോമിൽ കയറും, ഏതെങ്കിലും വെബ് ബ്രൗസർ യൂസ് ചെയ്യാം, അതിന് നമുക്ക് പല വഴികളുണ്ട്. നാവിഗേഷൻ ഓഫ് ദി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയാൽ നമുക്ക് ചിലപ്പം പ്രോഡക്ട്സ് വാങ്ങാനായിരിക്കും, അല്ലെങ്കിൽ ഫുഡിനായിരിക്കും. എന്നിരുന്നാലും ഇതിൽ ഏതെങ്കിലും ഒക്കെ നമുക്ക് നോളജ് ഉണ്ടാവും. ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഓഫ് ദി ഓൺലൈൻ കണ്ടന്റ്. അത് നമുക്ക് ഇപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫാക്ടറാണ്. നമ്മൾ എന്ത് വീഡിയോ കണ്ടാൽ പോലും നമുക്കതൊരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഉണ്ടാവും. ഇന്നിപ്പോ ഒരു വീഡിയോ എന്ന് പറഞ്ഞേ, ഇന്നിപ്പോ നമ്മൾ വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ, ഒരു യൂട്യൂബോ ഇൻസ്റ്റഗ്രാമോ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ വീഡിയോസ് കാണും. മേ ബി നമ്മൾ ചിലപ്പോൾ ചിന്തിച്ച് കാണത്തേ ഉള്ളൂ, ഇന്ന് മഴയുണ്ടായെങ്കിൽ നല്ലതാണ്, ചിന്തിച്ച് കാണത്തേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? മഴ റിലേറ്റഡ് സോങ്സ്, തോട്ട്സ്, ട്രാവലിംഗ്, അങ്ങനെ മഴയത്തെ ട്രാവലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കാണുന്നത്. ഇത് കാണുമ്പോൾ നമ്മൾ സ്വയം വിലയിരുത്തണം, ചിന്തിക്കണം, നമുക്കിത് കാണേണ്ടതാണ്. ഇപ്പൊ ഞാൻ യൂട്യൂബ് ഓൺ ആക്കിയത്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഓൺ ആക്കിയത് ഇത് കാണാൻ വേണ്ടിയാണ്. യൂട്യൂബ് ഓൺ ആക്കിയത് ഞാൻ മിസ്സിന്റെ ക്ലാസ് കാണാൻ വേണ്ടിയല്ലേ, പഠിക്കാൻ വേണ്ടിയല്ലേ, ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടിയല്ലേ, അപ്പൊ അതല്ലേ ഓൺ ആക്കണ്ടേ, മറ്റേതൊക്കെ മാറ്റണ്ടേ. അങ്ങനെ നമ്മൾ സ്വയം ചിന്തിച്ച് ഓരോ കണ്ടന്റിനും വിലയിരുത്തണം. അല്ലാതെ ആ കണ്ടന്റിൽ ആ വ്യക്തി പറയുന്നു സിനിമ റിവ്യൂസ്, നമ്മൾ റിവ്യൂ കേട്ടിട്ട്, ഞാൻ ഇന്ന ആളുടെ റിവ്യൂ കേട്ടിട്ടാണ് സിനിമയ്ക്ക് പോയെന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് നമ്മൾ ആ സിനിമയെ പറ്റി ട്രailer ഒന്ന് കാണും. ആ റിവ്യൂ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഒരു പെർസെപ്ഷൻ ആണ് പറയുന്നത്, നമ്മുടെ പെർസെപ്ഷൻ അല്ല. നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ വേറെതാണ്, അപ്പൊ നമുക്ക് ആ സിനിമയോടുള്ള അപ്രോച്ചും ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ സ്വയം ആ സിനിമയെ പറ്റിയോ അല്ലെ ആ ഒരു കണ്ടന്റിനെ പറ്റി നമ്മൾ ക്രിട്ടിക്കലി തിങ്കിങ് ആയിരിക്കണം. എന്നിട്ട് മാത്രമേ നമ്മളൊരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യൂ. അല്ലാതെ എന്ത് കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത് കൊള്ളത്തില്ല, എന്തൊരു കണ്ടന്റ്, എന്തൊരു മോശം, എന്ത് പറയുന്നു, തള്ളി വിടുവാണല്ലോ, ഇങ്ങനെയുള്ള കമന്റുകൾ ഇടുന്നതിന് മുമ്പ് നമ്മൾ ക്രിട്ടിക്കലി ചിന്തിക്കണം, ആ വീഡിയോ കമന്റ് ഇടേണ്ട ആവശ്യമുണ്ടോ, അല്ലെ തന്നെ ഇങ്ങനെയാണ് ഇടേണ്ടത് എന്ന് നമ്മൾ സ്വയം ചിന്തിച്ച് ഇവാലുവേറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഈസ് സൈബർ അവയർനെസ്. അതായത് സൈബർ റിലേറ്റഡ് കുറെ ഹാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പം അതിലും നമുക്ക് അവയർനെസ് ആയിരിക്കണം. ആരെങ്കിലും OTP ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കരുത് എന്നൊക്കെ ഗവൺമെന്റ് പലപ്പോഴും നമുക്ക് മെസ്സേജിലൂടെയും അല്ലാതെയൊക്കെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യും. വെറുതെ OTP വന്നാൽ കൊടുക്കരുത്. അല്ലാതെ എന്ത് തന്നെയായാലും നിങ്ങളുടെ ബാങ്ക് നമ്പർ ചോദിക്കും, ATM പിൻ നമ്പർ ചോദിക്കും. എസ്പെഷ്യലി നമ്മൾ എൽഡേഴ്സിനോട് നമ്മൾ ഗവൺമെന്റ് പല രീതിയിലും വന്ന് ഇൻഫർമേഷൻ നൽകാറുണ്ട്, ഇങ്ങനെയൊന്നും OTP ഒന്നും കൊടുക്കരുത്. അതുകൊണ്ടാണ് സൈബർ അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കും. ഇനി എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും നമ്മളെ ആരോ ഹാക്ക് ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ സൈബർ സെല്ലിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ആ ഒരു നോളജ് ഉണ്ടാവണം. അത് നമ്മൾ ഹാക്ക് ആയി എന്ന് നമുക്കൊരു തോന്നലുണ്ടാവണം. അതും നമ്മൾ അവെയർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മീഡിയ യൂസ് ചെയ്യുമ്പോൾ ട്രൂലി ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഏജൻസിയാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ദെയർ ആക്ടിവിറ്റീസ്. നമുക്കിടയിൽ പല പൊളിറ്റിക്കൽ പാർട്ടീസും ഉണ്ട്. സെൻട്രൽ ലെവലിലായാലും സ്റ്റേറ്റ് ലെവലിലായാലും നമ്മൾ പല പൊളിറ്റിക്കൽ പാർട്ടീസിനെയും കാണുന്നുണ്ട്.
അവർ ആക്ടിവിറ്റീസ് നമ്മൾ വീക്ഷിക്കാറുണ്ട്. The main objective of political party is to make the public think about the common public issue. Political. എന്തിനാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ പല പാർട്ടീസ് ഫോം ചെയ്യുന്നത്? പബ്ലിക്കിന്റെ ഇഷ്യൂസ് എന്താണ്? പബ്ലിക്കിന്റെ ഇഷ്യൂസ് ട്രൂലി അവർ എന്താണെന്ന് അത് കണ്ടറിഞ്ഞ് തൊട്ടടുത്തിരുന്ന് അറിഞ്ഞ് അവർക്ക് വേണ്ടി ചിന്തിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന എങ്കിൽ മാത്രമേ ഒരു എഫിഷ്യന്റ് ആണ് ഗവൺമെന്റ് അല്ലെ ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസ് നന്നായി തന്നെ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യും എന്ന് നമുക്ക് തോന്നത്തുള്ളൂ. അല്ലാതെ നമ്മുടെ ഒരു ആവശ്യങ്ങൾ ഇഷ്യൂസ് ഗവൺമെന്റ് അല്ലെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അല്ലെ പാർട്ടീസിലെ മെമ്പേഴ്സ് ഈവൻ പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ പോലും അവിടുത്തെ ആളുകളുടെ ഇഷ്യൂസ് ആണെങ്കിലും നല്ല കാര്യങ്ങളാണ്. ചിലപ്പോൾ റോഡ് വെച്ച് നന്നായി എന്ന് പറയുന്നത് കേൾക്കാൻ, ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അവിടെ വന്നു, അല്ലെ സ്ട്രീറ്റ് ലൈറ്റ്സ് വന്നു, നല്ലതാണ്, നല്ല കാര്യമാണ് ചെയ്തത്, ഞങ്ങൾക്ക് നല്ല ചെയ്തതിന് ഞങ്ങൾ വീണ്ടും വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ജനങ്ങൾക്ക് തോന്നുന്നു. Each political party publishes journals, pamphlets, manifestos, posters, write-ups, etc. to create public opinion in their favor. അതായത് ആളുകളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച്, അത് പബ്ലിക്കിന്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് പാർട്ടീസ് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പല മാനിഫെസ്റ്റോസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ വീട്ടുകളിൽ കൊണ്ടുവരാറുണ്ട്. ഇതെല്ലാം ട്രൂ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി സം ഫാക്ടേഴ്സ് ആർ അത് ട്രൂലി നടക്കാറുണ്ട്, ചിലപ്പോൾ നടക്കാറില്ല, നമുക്കറിയാം ഇതൊക്കെ കള്ളാണ്. എന്നിരുന്നാലും നമ്മൾ അവര് പറയുന്ന തർക്കങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. Along with that conference, demonstration, rallies, seminar are all organized for the formation of the public opinion. Demonstration, rallies, seminar പല നമുക്കറിയാം ഈ ബാങ്ക് വർക്കേഴ്സിന്റെ ആയാലും ടീച്ചേഴ്സിന്റെ ആയാലും ഇടയ്ക്ക് നേഴ്സുമാർ ശമ്പളം കൂട്ടണമെന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരായാലും മുന്നോട്ട് വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആയാലും ചിലർ അഗൻസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്തിനാണ് ഇപ്പൊ ശമ്പളം കൂട്ടുന്നത്, അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, വർക്ക് ലോഡ് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും പബ്ലിക്കിന്റെ ഒപ്പീനിയൻ അക്സെപ്റ്റ് ചെയ്ത് അവർക്ക് എന്താണ് വേണ്ടത്, റാലിയായിട്ട് റാലി നടത്തുന്നു അല്ലെ ഡെമോൺസ്ട്രേഷൻ നടത്തുന്നു, എങ്ങനെയായിരിക്കണം അവർക്കിടയിൽ അവരെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഫോർമാറ്റ് ഏതാണ്, അതിന് യാത്രകളാണോ, ട്രാവലിംഗ് ആണോ, ഓരോ വില്ലേജിലൂടെ കയറി ഇറങ്ങി പോകുന്നതാണോ, അതെങ്കിൽ അത് പബ്ലിക് ഒപ്പീനിയൻ അവിടെ എക്സ്പ്രസ്ഡ് ആവാൻ കഴിയുമോ അല്ലെ അത് ഗവൺമെന്റിലേക്ക് എത്താൻ കഴിയുമോ ഇല്ലയോ എന്നാണ് അറിയുന്നത്. Ruling parties try to propagate government policies in their favor. They also devise appropriate campaign strategies. Ruling parties എപ്പോഴും പബ്ലിക്കിന്റെ ആശയങ്ങൾ ഉൾപ്പെടുത്തുന്നതോട് തന്നെ അവരുടെ പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി കുറെ ആശയങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒപ്പോസിഷൻ പാർട്ടിയെ നമ്മൾ വെച്ചിരിക്കുന്നത്. ഒപ്പോസിഷൻ പാർട്ടി റൂളിംഗ് പാർട്ടി മാത്രമല്ല, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ആളുകളുണ്ട്. അവര് അപ്പം റൂളിംഗ് പാർട്ടി പറയുന്നുണ്ടെങ്കിൽ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്ത പോളിസീസ് എന്തൊക്കെ ഡിമറിറ്റ്സ് ഉണ്ട്, ലൂപ്പ് ഹോൾസ് ഉണ്ട് എന്ന് പറയാൻ ചിലപ്പോൾ ഒപ്പോസിഷൻ പാർട്ടീസിനായിരിക്കും കഴിയുന്നത്. On the other hand, the opposition parties bring the shortcomings and failures of the administration to the attention of the people, and they undertake campaigns and struggles that help in the formation of public opinion against the government. ഗവൺമെന്റ് ഇപ്പൊ എന്തെങ്കിലും പോളിസി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലൂപ്പ് ഹോൾസ് എന്താണ്, അതെന്താണെന്ന്, ഫെയിലിയേഴ്സ് എന്താണ്, ഷോർട്ട് കമ്മിങ്സ് എന്താണെന്ന് പറയാൻ പബ്ലിക്കിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു ഏജന്റാണ് ഈ ഒപ്പോസിഷൻ പാർട്ടീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നമ്മുടെ ഒപ്പീനിയൻ പറയാനും ഈ ഒപ്പോസിഷൻ പാർട്ടീസ് ആയിരിക്കും ചിലപ്പോൾ കേൾക്കുന്നത്. ഒരു റൂളിംഗ് പാർട്ടി പറയും ഇന്ന് വേണം, ഇന്നൊരു പാലം വേണം അല്ലെ വേണ്ട, ഇന്നിപ്പോ ഈ ഒരു സിസ്റ്റം വേണ്ട, ഈ 2000 നോട്ട് വേണ്ട എന്ന് റൂളിംഗ് പാർട്ടി പറയും. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒപ്പോസിഷൻ പാർട്ടി പറയുന്നു വേണം എന്ന് പറയുന്നു. ആ ഒരു ആശയങ്ങൾ ചിലപ്പോൾ അത് ചിലപ്പോൾ ഒരു സാധാരണക്കാരന്റെ ആയിരിക്കും ആശയം, ഇത് വേണോ എന്നത് ഉള്ളത്. അപ്പൊ ആ ഒരു ഒപ്പോസിഷൻ പാർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെ റൂളിംഗ് പാർട്ടി മൊണോപ്പൊളി ആയിരിക്കും, അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് സഹായിക്കുന്നത്. Next is social institutions and organizations. Social institutions എങ്ങനെയാണെന്ന് നോക്കാം. First one is religious institutions, caste religious organizations. That is നമ്മൾ പണ്ട് പഠിക്കുന്നതാണ് ഈ ഭക്തി മൂവ്മെന്റ് ആൻഡ് സൂഫിസം. സിനിമയിലെ സൂഫിസം അല്ല, സൂഫിയെ സുജാത ഓർക്കണ്ട, നമ്മുടെ ഇവിടുത്തെ സൂഫിസം അത് ഒരു മ്യൂസിക്കൽ റിലേറ്റഡ് ആണ്. എങ്ങനെയാണ് ആ ഒരു കൾച്ചറുണ്ട്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ വന്നപ്പോൾ ഒരു കുറെ ആള് സൂഫിസവും ഭക്തി മൂവ്മെന്റിലേക്ക് ആളുകൾ പലതും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ റിലീജിയസ് രീതിയിലായാലും
2018 എന്ന മൂവിയിൽ നമ്മൾ കണ്ടിരുന്നു. രാത്രിയിൽ പെട്ടെന്ന് വെള്ളം പൊങ്ങിയപ്പോഴത്തേക്കിന് എന്താ പറഞ്ഞത്, അച്ഛൻ ചെന്ന് പള്ളിയിൽ ചെന്നിട്ട് മണിയടിക്കുകയാണ് ചെയ്തത്. അപ്പൊ ആളുകളെല്ലാം കൂടി. അപ്പം അതൊരു റിലീജിയസിന്റെ ഒരു ഇമ്പാക്ട് എന്താണെന്ന് നമുക്ക് പറയാം. പെട്ടെന്ന് അവിടെ വന്ന് ആ മണി ഇടിച്ചപ്പോഴാണ് ആളുകളെല്ലാം സിനിമയിൽ നമ്മൾ കണ്ടു. അവിടുത്തെ താമസിക്കുന്ന റെസിഡൻസ് എല്ലാവരും വന്ന് ഒരുമിച്ച് പോകും. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് അവർക്കൊരു പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റിയത്. സ്റ്റുഡൻസ് ഫോക്കസ് മീൻസ് നമ്മൾ പല പാർട്ടീസിലും കോളേജ് ലെവലിലൊക്കെ എത്തുമ്പോൾ നിങ്ങളും പല പാർട്ടിയിലെ മെമ്പേഴ്സ് ആവും, ചിലപ്പോൾ ആവത്തില്ല. അങ്ങനെ പാർട്ടിയും ഇങ്ങനെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാം. ചിലപ്പം അവരൊക്കെ കാരണമല്ല നമുക്ക് ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഹർത്താലും ബന്ധുവൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് സ്റ്റുഡൻസ് മൂവ്മെന്റിനും പല ഇൻഫ്ലുവൻസ് ഉണ്ട്. യൂത്ത് മൂവ്മെന്റ്. പല യൂത്ത് മൂവ്മെന്റ് ഫങ്ഷൻസ് അത് ഈ നമ്മൾ പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടീസ് ആവാം, അല്ലാതെ യൂത്ത് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ യൂത്തിന്റെ ഒരു എൻഹാൻസിന് വേണ്ടി അവരുടെ ഒരു കോർഡിനേഷനും കോർപ്പറേഷനും അവർ ഒരുമിച്ച് വരുമ്പോൾ പല പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നു, പ്രോഗ്രാംസിൽ പിന്നെ പാർട്ടിസിപ്പേറ്റ് ആവുന്നു. അങ്ങനെ വരുമ്പോൾ അവർക്കിടയിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആവുന്നു. അങ്ങനെ പബ്ലിക് ഒപ്പീനിയൻസ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർത്ത് വൺ ഈസ് വുമൻസ് ഇക്വാലിറ്റി മൂവ്മെന്റ്. അതിനൊരു എക്സാമ്പിൾ ആണ് വുമൻസ് ഇന്ത്യൻ അസോസിയേഷൻ. 1970 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ നമ്മൾ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ 2015 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതെല്ലാം വുമന്റെ ഒരു എംപവറിന് വേണ്ടിയാണ് വന്നത്. അങ്ങനെ വരുമ്പോൾ വുമൺ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആകുന്നു, അവരവരുടെ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യുന്നു, അവരുടെ തോട്ട്സും ഐഡിയാസും വ്യൂസും മേ ബി അവരൊരു ബാഡ് തോട്ട് ആണെങ്കിൽ പോലും അവരത് എക്സ്പ്രസ് ചെയ്യാൻ മുന്നോട്ട് വരണം. എങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ ആ ബാഡ് തോട്ട് എത്രമാത്രം ഇഫക്റ്റീവ് ആക്കിയിടുക. ഞാൻ പറയുന്നു ഇപ്പം ഇവിടെ മരങ്ങളൊന്നും വേണ്ട, എന്റെ ബാഡ് തോട്ടാണ്. മരങ്ങളൊന്നും വേണ്ടെങ്കിൽ വാട്ട്സ് നെക്സ്റ്റ്, ഇങ്ങനൊരു ചോദ്യം വരും. അപ്പം ഈ ഒരു തോട്ട് ഞാൻ പറഞ്ഞാൽ പോലും എങ്ങനെ വാട്ട്സ് നെക്സ്റ്റ്, മരങ്ങളില്ലാതെ എങ്ങനെ പ്ലാന്റ്സ് അല്ല വേറെ എങ്ങനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. ഇന്നും നമുക്ക് ഇതൊന്നും പറയാനില്ല. ഞാൻ ഇങ്ങനെ മൂടി പിടിച്ചായിട്ടിരിക്കുക, മുടോട്ടായിട്ടിരിക്കുക. എങ്കിലും എനിക്ക് ആശയങ്ങൾ വരുമോ? മിസ്സിന് ഒരു ആശയം വരത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇവൻ പ്ലാന്റ്സ് വേണോ? ആയിക്കോട്ടെ. പ്ലാന്റ്സ് വേണ്ടേ? ആയിക്കോട്ടെ. എന്നൊരിതാണ്. അതിലും ബെറ്റർ കുറച്ച് എംപവർ ആയി കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് അവർ വരും. ഫിഫ്ത്ത് വൺ ഈസ് ട്രേഡ് യൂണിയൻസ്. ട്രേഡ് യൂണിയൻസിന് ഒരു എക്സാമ്പിൾ ആണ് ട്രേഡ് യൂണിയൻ, ലേബർ യൂണിയൻ നാഷണൽ ലെവലില് സെൻട്രൽ ട്രേഡ് യൂണിയൻ ഓർഗനൈസേഷൻസ് ഒക്കെ ഈ പല ട്രേഡ് യൂണിയൻസ് നമ്മൾ കാണാം. അവരുടെ ഇൻഫ്ലുവൻസ് വരുമ്പോൾ ട്രേഡേഴ്സിന്റെ ഇടയിൽ ഒരു കോർപ്പറേഷൻ ഉണ്ടാവും. ഒരു കോർഡിനേഷൻ ഒക്കെ ആകുമ്പോഴത്തേന് അവരുടെ വേജ് എങ്ങനെ ആവണം, ചൂഷണങ്ങൾ പാടില്ല, ലേബർ ലോസ് എങ്ങനെ വരണം എന്നൊക്കെ നമുക്കൊരു അവർക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. അപ്പൊ അവരും ഒരു ഒപ്പീനിയൻ വരും. ചിലർ പറയും മേ ബി ഒരു ലേബർ ഡയറക്ട്ലി ചെന്ന് മിനിസ്റ്ററിനോട് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഈ യൂണിയനകത്ത് ചെയ്യുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഇന്ന രീതിയിൽ വേജസ് ആക്കണം, അല്ല ഇന്ന രീതിയിൽ വർക്കിംഗ് അവേഴ്സ് ആക്കണം എന്നൊക്കെ പറയാൻ അവർക്ക് ഇത്തിരി ഒപ്പീനിയേറ്റഡ് ആകുന്നു അവർ. സിസ്റ്റർ വൺ ഈസ് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ്. ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് നമ്മൾ ഫേമസ് ആയിട്ട് കേട്ടിട്ടുള്ളതാണ്. നർമ്മദ ഞാത്തോളം വെച്ചോ ചിപ്കോ മൂവ്മെന്റ് ഒക്കെ. ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് 75-77 കാലഘട്ടങ്ങളിലാണ് ഇന്ത്യയിൽ വന്നത്. ഹ്യൂമൻ റൈറ്റ്സ് കൊണ്ട് എല്ലാ മനുഷ്യന്റെയും ഈ മൈഗ്രേഷൻ ഒക്കെ കൂടുതലാണ് ഈസിലി ആക്കാൻ. മൈഗ്രേറ്റഡ് പീപ്പിൾ ഒത്തിരി അവര് അഫക്റ്റ് ചെയ്യുന്ന അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കണ്ടെത്താൻ ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ്സിലൂടെയാണ് നമുക്ക് ഇപ്പോഴും സാധിക്കുന്നത്. മർച്ചന്റ് അസോസിയേഷൻ FICC ആയിട്ട് കേരളത്തിലെ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നു എന്നാണ്. മർച്ചന്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. അത് മർച്ചന്റ് എന്ന് പറയുമ്പോൾ ഒരു എന്താണ് അത്രയും ഹൈ ലെവൽ ബിസിനസ് ചെയ്യുന്നത്, അവർക്ക് എങ്ങനെ പോകണം. ഞാനിപ്പം ദുബായിലായിരിക്കും ബിസിനസ് ചെയ്യുന്നത്, ഞാൻ ഇവിടെ ഉള്ള ആളാണെങ്കിൽ പോലും ദുബായിൽ എനിക്ക് പോകണം. അപ്പൊ മർച്ചന്റിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഒത്തിരി മർച്ചന്റ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ഒരു എന്റെ ബിസിനസ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ എനിക്ക് കൂടുതൽ പ്ലാറ്റ്ഫോം വരും, ഞാൻ ഇത്തിരി കൂടി ഓപ്പൺ ആവും. അങ്ങനെ വരുമ്പോൾ എനിക്ക് ഒപ്പീനിയനേറ്റ് ആവാൻ സാധിക്കും. എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻസ്. ഫസ്റ്റ് എക്സാമ്പിൾ ഗ്രീൻ പീസ് മൂവ്മെന്റ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വൈൽഡ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഈ ഒരു മൂവ്മെന്റ് ഒക്കെ ഒരു എൻവയോൺമെന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി, അതിന്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അത് എന്താണ് എൻവയോൺമെന്റിന്, ട്രീസ് ആൻഡ് പ്ലാന്റ്സ് എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇതൊക്കെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും പറ്റും. നമ്മള് ഒരു ഗ്രൂപ്പായിട്ടെന്ന് വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഈ പ്ലാന്റ്സിനെ പറ്റി കുറെ ആശയങ്ങളുണ്ട്. അത് ഒരുമിച്ച് വന്ന് പ്ലാന്റ്സ് നിർത്തിക്കൊണ്ട് അല്ലെ ട്രീസ് ഡിഫോറസ്റ്റേഷൻ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ
ഡെവലപ്മെന്റ് നടത്താൻ എന്നത് ഈ ഒരു ഗ്രൂപ്പ്സ് ഒക്കെ സഹായിക്കുന്നു. നെക്സ്റ്റ് ഇതാണ് ഒരു ഏജൻസിയാണ് ഒപ്പീനിയൻ പോൾ. Opinion polls are very effective way to gather information about public attitudes and opinions on various social, cultural, political and economic issues. ഇപ്പോൾ പോൾ ഒപ്പീനിയൻ പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വാട്സപ്പിലാണെങ്കിലും ടെലിഗ്രാമിലാണെങ്കിലും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ചെയ്യും. ഇന്ന് ആരൊക്കെ ചായ കുടിക്കാൻ വരും, ഇന്ന് ആർക്കൊക്കെ സിപ്പപ്പ് വേണം നമ്മൾ ചോദിക്കും. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ആരൊക്കെയാണ്, അല്ല ടൂറിന് എവിടെയാണ് പോകാൻ ആഗ്രഹം, ഊട്ടി, കൊടക്, നമ്മളിങ്ങനെ ഓപ്ഷൻ 1, 2 എന്ന് കൊടുക്കും. അപ്പം ചിലവര് ഏതൊക്കെ കൊടുക്കും, എ ആയിരിക്കും, ചിലർ ബി ആയിരിക്കും. നമുക്ക് വാട്സപ്പ് ആയാലും എന്ത് ഇതായാലും നമുക്കൊരു ഒപ്പീനിയൻ പോളായിട്ട് ക്രിയേറ്റ് ചെയ്യാം. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പോളിൽ നടത്തുന്ന ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇലക്ഷൻ ഒക്കെ കഴിയുമ്പോഴേ ഇലക്ഷൻ പോൾ എങ്ങനെയാണ് ഒപ്പീനിയൻ ആളുകൾ പറയും, എന്റെ പാർട്ടിക്ക് ഇത്ര വോട്ട് കിട്ടിയിട്ടുണ്ട്, അപ്പൊ ഞങ്ങൾ ജയിക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയും. ഈ ഒപ്പീനിയൻ പോൾ വെച്ചിട്ടാണ് അവർ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. നമ്മൾ ശ്രദ്ധിക്കുന്നല്ലോ, എന്നാലും പറഞ്ഞുതരാം. ഇപ്പൊ സിനിമ തന്നെ നമ്മള് പ്രേമം ഇറങ്ങിയപ്പോൾ പ്രേമത്തിന്റെ സമയത്ത് കറുത്ത ഷർട്ടും താടിയൊക്കെ ഹൈലൈറ്റ് ആയി. രാവണപ്രഭു വീണ്ടും റീ റിലീസായി, അപ്പോഴും നമ്മൾ എന്ത് ചെയ്തു, ടയോട്ട ഹൈലൈറ്റ് ആണ്. ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അത് സിനിമയാണെങ്കിലും ഡാൻസ് ഫോംസ് ആണെങ്കിൽ പോലും നമ്മളെ പല രീതിയിൽ കഥകളി, കുച്ചിപ്പുടി ഇതൊക്കെ ഡാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒപ്പീനിയൻ അന്ന് പണ്ട് മുതൽ കാലഘട്ടത്തിലും ആളുകളുടെ ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫോമായിട്ടായിരുന്നു കണക്കാക്കിയത്. അപ്പൊ അത് ഇത്തിരി അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോ കാണുന്ന റീൽസിൽ കാണുന്ന ഡാൻസ് അല്ല, വെറുതെ ഉള്ള ഡാൻസ് മാത്രമല്ല, ദാറ്റ് ഈസ് സബ്ജക്റ്റീവ് ആണ്. എന്നിരുന്നാലും പണ്ട് കാലത്തെ കഥകളി എന്നൊക്കെ പറയുന്നത്, കൂടിയാട്ടം എന്നൊക്കെ പറയുന്നത് തന്നെ അതൊരു ആളുകളുടെ ഒപ്പീനിയൻസ്, എസ്പെഷ്യലി നമ്മൾ കണ്ടിട്ടുള്ള തുള്ളലിനകത്തൊക്കെ കുഞ്ഞുതമ്പിയാന്റെ തുള്ളലൊക്കെ എന്താണ് ആ ഒരു കാലഘട്ടത്തിന്റെ സിറ്റുവേഷൻസ്, ഗവൺമെന്റ് സിസ്റ്റം എങ്ങനെ പോകുന്നു, കളിയാക്കിയാലും പറയുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയായിരുന്നു ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. പിന്നെ റൈറ്റിങ്സ്, പല ഫ്രീഡം റൈറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഫ്രീഡം സ്ട്രഗിൾസ് ആണെങ്കിൽ പോലും അടുക്കളയിൽ നിന്ന് ഇറങ്ങാത്തത്, ഇതിന്റെ ടെസ്റ്റിൽ തന്നെ ഉള്ളൊരു ഇതാണ് അടുക്കളയിൽ നിന്ന് ഇറങ്ങാത്തത്. സ്ത്രീകൾ എങ്ങനെയാണ് അടുക്കളയിൽ വർക്ക് ചെയ്യുന്നത്, അവരുടെ ഒരു തോട്ട്സ് അതിനുള്ളിൽ ഒതുങ്ങുന്നു എന്ന് നമുക്ക് കണ്ടെത്തിയ പല സ്ത്രീകളെ മാത്രമല്ല, അന്ന് കാലത്തുണ്ടായിരുന്ന ഫാമേഴ്സ് ആയാലും ലോ ഇൻകം പീപ്പിൾസ് ആയാലും എങ്ങനെ വർക്ക് ചെയ്യുന്നു, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് പോകുന്നത് എന്ന് പല ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിലൂടെ നമുക്ക് സഹായിച്ചു. പബ്ലിക് ഒപ്പീനിയന്റെ ഏജൻസീസ് എന്തൊക്കെയാണെന്നാണ് നോക്കി. ഇനി നമ്മൾ ഫാക്ടേഴ്സിലേക്ക് പോകും. ഫാക്ടേഴ്സ് ദാറ്റ് ഹിൻഡർ ദ ഫോർമേഷൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. എന്തൊക്കെയാണ് ഹിൻഡർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് തടസ്സപ്പെടുത്താനുള്ളത്? ഫസ്റ്റ് വൺ ഈസ് ഇല്ലിറ്ററസി. എന്താണ് ഇല്ലിറ്ററസി? നമുക്ക് നമ്മുടെ ഒരു ലിറ്ററസി, നമുക്ക് അതിനെപ്പറ്റി അറിവില്ല, നമുക്ക് കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. മിസ്സിനെ സംബന്ധിച്ച് മിസ്സിന് ഇപ്പൊ ഗാലക്സിയെ പറ്റി ചോദിച്ചാൽ അറിയത്തില്ല, മിസ് ഇതിനെപ്പറ്റി പഠിച്ചില്ല. അപ്പൊ ഒരാൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ കാണുന്നു, അതിനെപ്പറ്റി പറയുന്നത്, മിസ് അതിനെപ്പറ്റി ഒപ്പീനിയൻ പറയാം, കൊള്ളില്ല, ഇല്ല കൊള്ളാം എന്ന് മിസ്സിന് ഒപ്പീനിയൻ പറയാൻ പറ്റാതെ. കാരണം മിസ് അതിനെപ്പറ്റി നോളജ്, ലിറ്ററസി, ഇല്ലിറ്ററേറ്റ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ആളുകൾക്ക് എനിക്കൊരു സബ്ജക്ട് ടോപ്പിക്കിനെ പറ്റിയാണ് മിസ്സിന് അതിനെപ്പറ്റി അറിവില്ലാത്തത്. എന്നാൽ ചിലപ്പോൾ നമുക്കറിയാം കേരളത്തിൽ തന്നെ അല്ലെ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പലരും ഇല്ലിറ്ററേറ്റ് ആണ്. ലിറ്ററസി റേറ്റ് വരുന്നത് 80.9% ആണ് 2023-24 പീരിയോഡിക് ലെവൽ ഫോർ സർവേയുടെ സർവേ പ്രകാരം പറയുന്നത്. എത്രയാണ്? 80.9% ആണ് ആളുകൾ ലിറ്ററേറ്റ് ആയിരിക്കുന്നത്. ബാക്കിയുള്ള പെർസെൻറ്റേജ് ഓൾമോസ്റ്റ് 10%ഓളം വരുന്നത് ഇല്ലിറ്ററേറ്റ് ആണ്. അവരെ സംബന്ധിച്ച് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഒപ്പീനിയൻ പറയാൻ പറ്റുന്ന സോഷ്യൽ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അല്ലെ നമുക്ക് ചീഫ് മിനിസ്റ്ററിനോട് ഡയറക്റ്റ് എത്താൻ പറ്റുന്ന കുറെ കമ്മ്യൂണിക്കേറ്റിംഗ് ടൂൾസ് ഉണ്ട്. നമ്മുടെ പഞ്ചായത്ത് മെമ്പറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇങ്ങനൊക്കെ പറയാൻ ചിലപ്പോൾ അവർക്ക് ഒരു ഒപ്പീനിയൻ ആവണമെന്നില്ല, അവർക്ക് ആശയങ്ങൾ കിട്ടണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ അവരുടെ ഒരു വാൻസ്, നീഡ്സ് ഇതെല്ലാം ചിലപ്പോൾ ഇല്ലാതായിരിക്കും. ഒരു കുടിവെള്ളം കിട്ടുന്ന ഇഷ്യൂ ആണെങ്കിൽ പോലും അല്ല വേണ്ട മേൽക്കൂര ചരിഞ്ഞിരിക്കുന്നു, അത് ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുമോ എന്ന് ചിലപ്പോൾ അറിയണമെന്നില്ല ഇല്ലിറ്ററേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ്. എസ്പെഷ്യലി നമുക്കറിയാം ഫാമേഴ്സിന്റെ ഒക്കെ ബീഹാറിലൊക്കെ നോക്കുമ്പോൾ ഫാമേഴ്സിന്റെ ഒരു നോളജ്, ഒരു കൾട്ടിവേഷൻ സിസ്റ്റം തന്നെ നോക്കുമ്പോൾ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഉണ്ടാകും. അപ്പോൾ ആ ഒരു നോളജ് അവർക്ക് ഇല്ലാതെ വരും, അവർക്ക് എന്തിനാണ് ഒപ്പീനിയൻ ആവണ്ടേ എന്ന് അറിയാതെ. സെക്കൻഡ് ഈസ് ഡിജിറ്റൽ ഡിവൈഡ്.
ഡിജിറ്റൽ ഡിവൈഡ് എന്ന് വെച്ചാൽ ഡിജിറ്റലി നോളജ് ആയിരിക്കും. ഡിജിറ്റലി നോളജ് ഇല്ലാത്ത സെക്ഷൻ കേരളം ഇപ്പോൾ 100% ലിറ്ററസി ഡിജിറ്റലിൽ ഉണ്ടായി കഴിഞ്ഞു. എന്നാൽ വേറൊരു സ്റ്റേറ്റ് നോക്കുക, ആസാം അല്ലെങ്കിൽ ഉത്തർപ്രദേശ് നോക്കുക, ഡിജിറ്റലി ഫുൾ ആയിരിക്കത്തില്ല അവരുടെ നോളജ്. അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് സാധാരണ കോമൺ പീപ്പിൾ അല്ലെ പെൻഷൻ ഉണ്ട് എന്ന് നമ്മുടെ ഗ്രാൻഡ് പേരൻസിന് അറിയാം. അതെപ്പോ ചോദിക്കണം, എങ്ങനെ ചോദിക്കണം, ആരടുത്ത് ചോദിച്ചാൽ കിട്ടുമെന്ന് നമുക്കറിയാം. അല്ലേ ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ചിലപ്പോൾ അപേക്ഷ കൊടുക്കും, ഓൺലൈനിൽ തന്നെ അപ്ലൈ ചെയ്യായിരിക്കും. അത് നമ്മുടെ ഗ്രാൻഡ് പേരൻസിന് അറിയാം. എന്നാൽ ഇത് അറിയാത്ത ആളുകളുണ്ടാവും. അവരെന്ത് ചെയ്യും? അവർക്ക് എങ്ങനെ കിട്ടണം, പെൻഷൻ എങ്ങനെ കിട്ടണം എന്നറിയില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് അവരുടെ നീഡ്സ് പറയാൻ പറ്റാതെ വരുമ്പോൾ ഡിജിറ്റലി ബാക്ക്വേർഡ് നോളജ് ആയതുകൊണ്ട് തന്നെ അവരുടെ ആശയങ്ങൾ അവിടെ മുന്നോട്ട് വരുന്നില്ല. ഇന്നത് അവർക്ക് വേണം. മേ ബി അവർ സ്ട്രൈക്ക് ചെയ്യാൻ പോലും മുന്നോട്ട് വരണമെന്നില്ല ഈ നോളജ് ഇല്ലാത്തതുകൊണ്ട്. നമുക്കാണെങ്കിൽ പോലും ഈ ഒരു സിനിമ, സപ്പോസ് ഒരു സിനിമ ഇറക്കി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് ബാൻ ചെയ്യുന്ന സിനിമയാണ് എന്ന് തോന്നുമ്പോൾ നമ്മൾ അത് ഫ്രീലി എക്സ്പ്രസ് ചെയ്യും. ബിക്കോസ് വി നോ ഡിജിറ്റൽ ഡിവൈസസ്, ഹൗ ടു യൂസ് ദാറ്റ്, ഹൗ ടു ഹാൻഡിൽ ദാറ്റ്. എന്നാൽ ഇത് അറിയാത്ത ഒരാളുടെ കയ്യിലോട്ട് നമ്മൾ സ്മാർട്ട് ഫോൺ കൊടുക്കുന്നു, ഈ സിനിമയെ കാണിച്ചിട്ട് പറയുന്നു നിങ്ങൾ ഇതിനെപ്പറ്റി ഒരു റിവ്യൂ പറയൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they may not express their opinion in that platform. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു നോളജ് അഥവാ ഡിജിറ്റൽ ഡിവൈഡ് അവിടെ സംഭവിക്കുന്നു. അപ്പോൾ വരുമ്പോഴും അവരുടെ ഒപ്പീനിയൻ അവിടെ ഹിൻഡർ ആകപ്പെടുകയാണ്, എന്താണ് തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് ഈസ് പോവർട്ടി. പോവർട്ടി നമുക്ക് ഒരു ദാരിദ്ര്യാവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് ദാരിദ്ര്യത്തിൽ ഇരിക്കുന്ന ഒരവസ്ഥ. നമ്മളിപ്പോൾ സപ്പോസ് നമ്മളൊരു കേരളം വിട്ടുപോകുന്ന ഒരു അവസ്ഥയിലാണ്. കേരളത്തിന് വെളിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞാൽ പോവർട്ടി കൂടുതലുണ്ട്. ഒരു പോവർട്ടി കിടൻ ഒരു ഇന്ന് നമുക്ക് ഫുഡ് കിട്ടിയില്ല, രാവിലെ എഴുന്നേറ്റ് തൊട്ട് നമ്മൾ ഒന്നും കഴിച്ചില്ല, അത് ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റാതെ. അങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റാതെ ആകുമ്പോൾ നമുക്ക് തന്നെ ഇനിയെങ്കിലും ഫുഡ് കിട്ടണം എന്നൊരു ചിന്ത മാത്രമേ നമ്മളെ കാണത്തുള്ളൂ. അന്നേരം നമ്മൾ എനിക്ക് ഫുഡ് കിട്ടിയില്ല, സോഷ്യൽ മീഡിയയിൽ ചെന്ന് ഞാൻ കുറച്ച് വാക്കുകൾ വായിക്കട്ടെ, ആ സിനിമയ്ക്ക് റിവ്യൂ പറയട്ടെ എന്നൊന്നും നമ്മൾ പറയത്തില്ല. നമ്മൾ എന്താ പറയുന്നത്? എനിക്ക് ഫുഡ് കിട്ടില്ല, ഐ വാണ്ട് ഫുഡ് വേണം എന്നൊരു ചിന്താഗതി മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു പോവർട്ടി ഉണ്ടെങ്കിൽ, പോവർട്ടി ആണെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻ മാറും. MPI മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പ്രകാരം ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ 65 millions of the 129 million tribals are living in multi-dimensional poverty. ഈ ട്രൈബൽ ഏരിയയിൽ നമുക്കറിയാം പോവർട്ടി കൂടുതലാണ്, കാരണം അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആയാലും വളരെ കുറവാണ്. അവർ മേ ബി അവർ ഫോറസ്റ്റ് ഉള്ള ഒരു ഫുഡ് വെച്ചായിരിക്കും അവരുടെ ലൈഫ് സ്റ്റൈൽ അവർ മുന്നോട്ട് കൊണ്ടുവരും. അങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അവർക്ക് ചിലപ്പോൾ എന്താണ് സോഷ്യലി അല്ലെങ്കിൽ കറന്റ്ലി നടക്കുന്ന ഇഷ്യൂസ് എന്താണെന്ന് അവർക്ക് മേ ബി അവരുടെ ഇഷ്യൂസ് എന്താണെന്ന് ചിലപ്പോൾ അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഫുഡ് ഈസ് ദ മെയിൻ പർപ്പസ്, ഫുഡ് കിട്ടണം എന്നാണ് പറയുന്നത്. ഈ MPI എന്ന് പറയുന്നത് ഹെൽത്ത് നോക്കുന്നു, അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇതൊക്കെയാണ്. നിങ്ങൾ ഹയർ ക്ലാസ്സസ് ചെല്ലുമ്പോൾ ഇതിവിടെ ഇലാബറേറ്റ് ആയിട്ട് പഠിക്കും. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെയാണ് നോക്കുന്നത്. ആ ഒരു ലിവിങ് സിസ്റ്റം, നമ്മുടെ ഈ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ നോക്കുമ്പോൾ ട്രൈബൽസിന്റെ 129 million 65 million ഒരു അവർ പോവർട്ടി ഉണ്ട് എന്നാണ് പറയുന്നത്. മറ്റൊരു ഹിൻഡറിംഗ് ഫാക്ട് ആണ് അൺഹെൽത്തി പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആൻഡ് ലാക്ക് ഓഫ് ഡെമോക്രസി ഇൻ പൊളിറ്റിക്കൽ പാർട്ടീസ്. പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഇടയിൽ അവർക്കിടയിൽ ഉള്ള അൺഹെൽത്തി ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഐമൻ സിദ്ധാർത്ഥനെയാണ്. എന്താണ്, ഇലക്ഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ ഒരു റാലിക്കിടയിൽ പെട്ടെന്ന് ഓടുന്നൊരു സിദ്ധാർത്ഥനെ നമുക്ക് ഓർമ്മ വേണ്ടിപ്പോഴും. അങ്ങനെയുള്ള ചില ആക്ടിവിറ്റീസ് അവർ പ്രോപ്പറായി നടന്നില്ല. ഐമൻ സിദ്ധാർത്ഥന്റെ മെയിൻ എന്താണ്, സ്വന്തമായിട്ടൊരു പവറിലേക്ക് എത്തണം, അത്ര മാത്രമേ ഉള്ളൂ. അല്ല സോഷ്യൽ വെൽഫെയർ എന്നൊരു പെർസ്പെക്റ്റീവ് ഉള്ള ഒരാളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു പേഴ്സൺ വെൽഫെയറിന് വേണ്ടി അല്ലെങ്കിൽ തന്റെ ഇഷ്യൂ പറയാൻ നിൽക്കുന്ന ആളുടെ അടുത്ത് ഐമൻ സിദ്ധാർത്ഥൻ എന്തായിരിക്കും പറയുന്നത്? തീർച്ചയായും ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല, ഫോക്കസ് ചെയ്യണമെന്നില്ല. അതേപോലെ നമ്മൾ മറ്റൊരു ഇതിന് കാണുന്നതാണ് എൽസമ്മ എന്ന ആൺകുട്ടി. ആ സിനിമയിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു മന്ത്രി അവിടെ കാണുന്നുണ്ട്, അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറിനെ എന്താണ് ഒപ്പിന് കുപ്പി എന്ന് പറയുന്നുണ്ട്. അതായത് ഒപ്പിട്ട് കാരണമെങ്കിൽ എന്തെങ്കിലും തന്റെ ഇത് വഴി സാങ്ഷൻ കിട്ടണമെങ്കിൽ കുപ്പി വേണം. അത് ഇല്ലീഗൽ ആക്ടിവിറ്റി, അവരുടെ ആക്ടിവിറ്റീസ് പ്രോപ്പറായി നടക്കാത്തതുകൊണ്ട് തന്നെ അവിടെ എന്താണ് കുഞ്ചാക്കോവിന്റെ ക്യാരക്ടറിന് അവിടെ പാലില്ല മിൽക്കിന്റെ ആ ഒരു ഇഷ്യൂ ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവരുടെ ആക്ടിവിറ്റീസ് പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ നമ്മുടെ ഇഷ്യൂസ് നമുക്ക് പ്രോപ്പർലി മേ ബി നമ്മൾ ചെക്ക് ചെയ്യാൻ ചിലപ്പോൾ ശ്രമിക്കത്തില്ല. അവരോട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ നമ്മുടെ ഇഷ്യൂസ് വീണ്ടും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതൊരു
നമ്മുടെ ഫാക്ടർ എന്താണ് unhealthy political activities. This is unhealthy practices during the election campaigns. എപ്പോഴും നമ്മൾ കാണാം വോട്ടിംഗ് സിസ്റ്റം എപ്പോഴും എന്തായിരിക്കണം, നമ്മൾ ട്രാൻസ്പെറന്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പലപ്പോഴും പല ഇഷ്യൂസ് വോട്ടിങ്ങിനെ പറ്റി നമ്മൾ വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നതാണ് കറന്റ് ന്യൂസസിൽ. അങ്ങനെ വരുമ്പോൾ ഒരു വോട്ടിംഗ് അല്ലെങ്കിൽ ഇലക്ഷൻ സിസ്റ്റം, ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ തന്നെ ഏറ്റവും ഒരു സിഗ്നിഫിക്കൻറ്റ് ഫാക്ടറാണ് ഈ വോട്ടിംഗ് എന്ന് പറയുന്നത്. ആ വോട്ടിംഗ് അല്ലെ ഇലക്ഷൻ ടൈമിലൊക്കെ പല ബാഡ് ഇൻഫ്ലുവൻസും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഒപ്പീനിയനെ തന്നെ അത് ബാധിക്കും. നമുക്കറിയാം ഈ ഒരു പാർട്ടി ബാഡ് ബിഹേവിയർ ആണ്, ബാഡ് പ്രാക്ടീസസ് ആണ് നടത്തുന്നത്, അവരുടെ ഇലക്ഷൻ ക്യാമ്പയിൻ പോലും റൂൾസ് തെറ്റിച്ചുകൊണ്ടുള്ളതാണ്. അപ്പൊ നമുക്ക് അവരോട് നമ്മുടെ ഒപ്പീനിയൻ ചിലപ്പോൾ കൺവേ ചെയ്യാൻ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നമ്മൾ പറയണമെന്നില്ല. മേ ബി നമ്മൾ ബാഡ് ഒരു അപ്രോച്ചിലായിരിക്കും അവരോട് നമ്മുടെ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോഴും നമ്മുടെ യഥാർത്ഥ ആവശ്യങ്ങൾ അവിടെ ട്രൂലി ഫുൾഫിൽ ആകുന്നില്ല. എന്തൊക്കെയാണെന്ന് പറഞ്ഞ ഫാക്ടേഴ്സ് ദാറ്റ് ഹിൻഡർ ഇൻ ദ formation of public opinion. First one is illiteracy. Illiteracy. Second is digital divide. Third is poverty. And this is unhealthy political activity and lack of democracy in political parties. And last is unhealthy practices during the election campaigns. അപ്പോൾ ഈ ഒരു ക്യാമ്പയിനിലായാലും ഇലക്ഷൻ ക്യാമ്പയിൻസിലായാലും അൺഹെൽത്തി പ്രാക്ടീസ് ഉണ്ടാവുന്നില്ല, നമ്മുടെ ഒപ്പീനിയനെ ബാധിക്കും എന്നാണ്. മിസ് 2 ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞത് എങ്ങനെയാണ് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ പബ്ലിക് ഒപ്പീനിയൻ എങ്ങനെയൊക്കെ വരുന്നു. ഇന്ന് മിസ് പറഞ്ഞത് ഏജൻസി അതിൻ്റെ ഏതൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതേപോലെ ഫാക്ടേഴ്സ് അതിൻ്റെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിനെ ഹിൻഡർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിലൂടെ കണ്ടത്. അപ്പോൾ ഇനി ഇത്രയും കണ്ട ക്ലാസ്സുകൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കഴിഞ്ഞ റിക്കോർഡ്സും അത് നോക്കുക. ആ റിക്കോർഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഏതൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നപോലെ തന്നെ എന്താണ് പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ കഴിഞ്ഞ റെക്കോർഡിങ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഈ വീഡിയോസ് എല്ലാം കാണുക. നിങ്ങളുടെ ഡ്രൈ ആയിട്ടുള്ള ഈ പോർഷൻ നല്ല ക്ലിയർ ആയിട്ട് സിമ്പിൾ ആണ്, പക്ഷെ ഒന്ന് സിമ്പിൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ റെക്കോർഡ്സ് വീണ്ടും കേൾക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. ബൈ.